സായിപ്പ് വളരെ രസകരമായി ഫാമിലിക്ക് ഒരു എക്സ്പാൻഷൻ പറയാറുണ്ട്. അവർ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ 6 വാക്കുകളുടെ ആദ്യ അക്ഷരം ചേർത്താണ് ഫാമിലി എന്ന വാക്കുണ്ടായത് എന്നാണ്. ഫാദർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എഫ്, ആൻഡ് എന്നുള്ളതിൻ്റെ ആദ്യ അക്ഷരമാണ് എ, മദർ എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എം, ഐ തന്നെയാണ്, ഞാൻ എന്ന് പറയുന്ന ഐ, ലവ് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് എൽ, യു എന്നതിൻ്റെ ആദ്യ അക്ഷരമാണ് വൈ. അതായത് സായിപ്പ് പറയുന്നത് ഈ ഫാമിലിയെ എക്സ്പാൻഡ് ചെയ്താൽ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വന്ന് മക്കൾ പറയുന്നു, അച്ഛ അമ്മേ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് എപ്പോൾ പറയുന്നുവോ അപ്പോൾ ഫാമിലി ഉണ്ടായി എന്ന് ഇംഗ്ലീഷുകാരൻ്റെ ആലങ്കാരികമായ വ്യാഖ്യാനം. എന്നാൽ എന്താണ് ഈ കുടുംബമെന്ന് ഡിഫൈൻ ചെയ്തത് ശാസ്ത്രമാണ്. 1953 വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന 2 ശാസ്ത്രജ്ഞന്മാർ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ രഹസ്യം വെളിവാക്കി. DNA മോളിക്യൂൾ എന്ന ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന ഒരു മോളിക്യൂൾ അഡിനൈൻ, ഗുവാനൈൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന 4 അമീനോ ആസിഡുകൾ ചേർത്ത് രൂപാന്തരപ്പെടുമ്പോഴാണ് അച്ഛൻ്റെ 23 ക്രോമോസോമും അമ്മയുടെ 21 ക്രോമോസോമും ഓരോ സെല്ലിലും അടങ്ങുന്ന ഒരു കുട്ടി ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ആ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹം കഴിച്ച് കൊച്ചുമോനോ കൊച്ചുമോളോ ഉണ്ടാവുമ്പോൾ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും 11.5 ക്രോമോസോം ആ കുട്ടിയുടെ ഓരോ സെല്ലിലും ഉണ്ടാവും. കൊച്ചുമോനോ കൊച്ചുമോളോ വിവാഹം കഴിച്ച് പ്രപൗത്രനോ പ്രപൗത്രിയോ ഉണ്ടാവുമ്പോൾ മുതുമുത്തച്ഛൻ്റെയും മുതുമുത്തശ്ശിയുടെയും 5.25 ക്രോമോസോം ആ കുട്ടിയുടെ ഓരോ സെല്ലിലും ഉണ്ടാവും. അങ്ങനെ 800 വർഷങ്ങൾ കഴിയുമ്പോൾ, 32 തലമുറ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത സ്വതന്ത്രമായ ക്രോമോസോമിൻ്റെ നിലനിൽപ്പില്ലാതാവും. പക്ഷേ ആ ക്രോമോസോം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ജീൻസ് കൊണ്ടാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത അവസാനത്തെ സ്വതന്ത്രമായ ജീൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവാൻ എത്ര വർഷം എടുക്കും? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 12,000 വർഷങ്ങളെടുക്കുമെന്നാണ്. 12,000 years. നമ്മൾ വിവാഹം കഴിച്ചൊരു കുട്ടി ജനിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മരിച്ച് നമ്മൾ ശവക്കല്ലറെ വെച്ച് വെറും മണ്ണായി മാറിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവൻ്റെ ഒരു അംശം ഈ ഭൂമിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും 12,000 വർഷങ്ങൾ എന്നാണ്. പുറകോട്ട് നോക്കുമ്പോൾ ഇതുപോലെ മറ്റൊരു ചങ്ങലയുണ്ട്. നമുക്ക് അച്ഛനും അമ്മയുടെ 2, മുത്തച്ഛനും മുത്തശ്ശിയുടെ 4, മുതുമുത്തച്ഛനും മുതുമുത്തശ്ശിയുടെ 8, ഇങ്ങനെ കഴിഞ്ഞ 800 വർഷം നമ്മുടെ പൂർവികർ അവരുടെ ഓരോരുത്തരുടെയും ക്രോമോസോം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം എടുത്താലും കണ്ടെത്താൻ പറ്റും. ഇനി ആ 800 വർഷം കഴിയുമ്പോൾ നമ്മുടെ പൂർവികരുടെ ജീനുകൾ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ എത്ര പൂർവികരുടെ ക്രോമോസോമും ജീനുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും? ശാസ്ത്രജ്ഞൻ പറയുന്നു 15,60,60,000 പൂർവ്വപിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ക്രോമോസോമോ ജീനോ നമ്മുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അതായത് കുടുംബമെന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നു മുമ്പോട്ട് നോക്കിയാൽ 12,000 കൊല്ലം നിലനിൽക്കാൻ പോകുന്ന ഒരു വംശ പരമ്പരയുടെ തുടക്കം. പുറകോട്ട് നോക്കിയാൽ 15,60,60,000 പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ക്രോമോസോമുകളും ജീനുകളും പേറി നടക്കുന്ന ഒരു ജീവിതം. ഇതാണ് ശാസ്ത്രം പറയുന്ന കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബം പഴയ നിയമത്തിൽ ഉണ്ടായതിൻ്റെ കഥ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആദാമിനെയും ഹവ്വയെയും പർദീസയിൽ സൃഷ്ടിച്ച കഥ. പഴയ നിയമത്തിൽ നല്ല കുടുംബത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ദൈവം, ഈ 3 ഘടകങ്ങൾ ഒത്തുചേർന്നാൽ സന്തോഷമുള്ള കുടുംബം ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു ഘടകം അതിൽ നിന്ന് മാറിപ്പോയാൽ സന്തോഷമുള്ള കുടുംബം ഇല്ലാതാവും. ഇതായിരുന്നു പഴയ നിയമത്തിലെ ഇക്വേഷൻ. എന്നാൽ പഴയ നിയമത്തിലെ ഇക്വേഷനെ യേശുക്രിസ്തു മാറ്റി നമുക്കൊരു പുതിയ ക്രിസ്ത്യൻ കുടുംബത്തെ സൃഷ്ടിക്കുകയായിരുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തു ക്രിസ്ത്യൻ കുടുംബത്തെ സൃഷ്ടിച്ചത്? കർത്താവിൻ്റെ പരസ്യവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഓരോ കുടുംബ സൃഷ്ടിയിലാണ്. കർത്താവിൻ്റെ പരസ്യവും തുടങ്ങുന്നത് കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു അവൻ്റെ പരസ്യജീവിതത്തിൽ നടന്ന ആദ്യത്തെ അത്ഭുതം ഇതായിരുന്നു എന്ന്. അതായത് കുടുംബം സൃഷ്ടിക്കപ്പെടുന്ന വിവാഹ ശുശ്രൂഷയിൽ വെച്ച് തൊട്ടാണ് കർത്താവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് അലൗകികമായ അഭൗമികമായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കുകയാണ്.
അമ്മേ, ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞ് താൻ പ്രസവിക്കാത്ത ഒരു മകനെ യോഹന്നാൻ ശ്ലീഹായെ മകനായി നൽകി. യോഹന്നാൻ ശ്ലീഹയോട് പറഞ്ഞു, മോനെ, ഇതാ നിൻ്റെ അമ്മ. തന്നെ പ്രസവിക്കാത്തൊരു സ്ത്രീയെ തനിക്ക് അമ്മയായി നൽകിക്കൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കർത്താവ് മരിക്കുന്നത്. അപ്പോൾ പരസ്യജീവിതം തുടങ്ങുന്ന ഒരു കുടുംബ സൃഷ്ടിയിൽ, പരസ്യജീവിതം അവസാനിക്കുന്ന ഒരു കുടുംബ സൃഷ്ടിയിൽ. കർത്താവ് നിങ്ങളോടും എന്നോടും പറയുന്നു, ഈ ഭൂമിയിൽ എന്തെങ്കിലും അത്ഭുതം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിൽ അത് ചെയ്യുക. അതിനുശേഷമേ പുറത്തെവിടെയെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമുള്ളൂ എന്നാണ് കർത്താവ് പറയുന്നത്. രണ്ടാമതായി കർത്താവ് ചെയ്തത് ഒരു അത്ഭുതമാണ്. അദ്ദേഹം വിവാഹത്തെ ഒരു കൂദാശയാക്കി മാറ്റി എന്നുള്ളതാണ്. അന്ന് വരെ വിവാഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായിരുന്നു. പിന്നീട് വിവാഹം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. എന്നാൽ ആദ്യമായി രണ്ട് പുരുഷനും സ്ത്രീയും തമ്മിലോ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലപ്പുറത്തായി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ മനുഷ്യരിലേക്ക് ഒഴുകുന്ന ഒരു കൂദാശയാക്കി മാറ്റി. വിശുദ്ധ മൗദീസെ പോലെ, കൂദാശയുടെ മകുടമായ വിശുദ്ധ കുർബാനയെ പോലെ, പിശാചിനെതിരെ തൻ്റെ ശ്ലൈഹികമായ ശക്തി ഉപയോഗിക്കുന്ന പട്ടത്വം എന്ന കൂദാശയെ പോലെ തുല്യ പ്രാധാന്യമുള്ളൊരു കൂദാശ. അങ്ങനെ ആ വിവാഹത്തിലൂടെ കുട്ടികൾ ജനിച്ച് അവരെ മാമോദീസ മുക്കുമ്പോൾ 7 കൂദാശകൾ ഒരു ചക്രമായി മാറുന്ന അത്ഭുതമാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒഴുകുന്നൊരു കൂദാശ വിവാഹത്തെ ഉയർത്തിയപ്പോൾ അത് കർത്താവ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ചെയ്ത രണ്ടാമത്തെ ഡെഫിനിഷൻ കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം ചെയ്തത്. മൂന്നാമതായി അദ്ദേഹം വിവാഹ നിയമം മാറ്റി എഴുതുകയാണ്. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷന് എത്ര ഭാര്യമാരുടെയും വിവാഹം കഴിക്കാമായിരുന്നു. ദാവീദ് രാജാവിന് 11 ഭാര്യമാർ, ശലോമോന് 600 ഭാര്യമാർ, 300 വെപ്പാട്ടികൾ. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഭാര്യമാരുടെ എണ്ണം. ഇവനൊക്കെ എങ്ങനെ ഈ 600-നെ പോറ്റി എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സാധാരണ മനുഷ്യന് ഒന്നിനെ പോറ്റാൻ വയ്യ, ഒന്നിനെ. അപ്പോഴാണ് 600 ഭാര്യ, 300 വെപ്പാട്ടി. ഇതാണ് പോളിഗാമി എന്ന് പറയുന്നത്. മറ്റു ചില സമൂഹങ്ങളിൽ പോളിയാൻഡ്രി എന്ന് പറയും. ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാരാകാമായിരുന്നു. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ മഹാഭാരതത്തിൽ. യേശുക്രിസ്തു യാക്കോബിൻ്റെ കിണറിനരികിൽ സുവിശേഷം ഘോഷിക്കുന്ന സ്ത്രീയോട് പറയുകയാണ്, നിനക്ക് ഓൾറെഡി 5 ഭർത്താക്കന്മാർ കഴിഞ്ഞു, നീ 6ാമതൊരുത്തിൻ്റെ കൂടെ ജീവിക്കാൻ ആവുന്നതിൻ്റെ ഭർത്താവുമല്ല എന്നാണ്. ഇതാണ് പോളിയാൻഡ്രി. കർത്താവ് ഈ 2 നിയമവും മാറ്റി. കർത്താവ് പറഞ്ഞു, 1 man 1 woman. ഒരു പുരുഷന് ഒരു സ്ത്രീയെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണമെന്നുള്ള മോണോഗാമി എന്ന വിശ്വപ്രസിദ്ധമായ കൽപ്പന യേശുക്രിസ്തു ലോകത്തിന് കൊടുത്തൊരു സൃഷ്ടിയാണ്. അങ്ങനെ മോണോഗാമിയിലൂടെ സന്തുഷ്ടമായ ഒരു പുരുഷന് ഒരു സ്ത്രീയും അടങ്ങുന്ന കുടുംബം എന്ന ഡെഫിനിഷൻ കർത്താവ് ലോകത്തിന് നൽകുകയാണ്. നാലാമതായി കർത്താവ് ചെയ്തത് വിവാഹമോചന നിയമം പൊളിച്ചെഴുതി എന്നുള്ളതാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പഴയ നിയമത്തിൽ മോശയുടെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അത് ലേവ്യരുടെ പുസ്തകത്തിലാണ് വിവാഹമോചന നിയമങ്ങൾ പറയുന്നത്. ഒരു പുരുഷന് 16 കാരണങ്ങളാൽ ഭാര്യയെ വിവാഹമോചനം കൊടുക്കാം എന്നാണ് മോശ ന്യായപ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ 16 കാരണങ്ങൾ നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ 16 കാരണങ്ങളിലൊന്ന് ഭാര്യയുടെ തലമുടി കൊഴിയുന്നു എന്നുള്ളതാണ്. ഏത് സ്ത്രീയുടെ തലമുടി ഏത് ചീപ്പ് വെച്ച് ജീവിയാലും ഒരു തലമുടി അതിൽ കുരുങ്ങാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതോടുകൂടി അവളെ ഡൈവോഴ്സ് ചെയ്യാമെന്ന് മോശയുടെ ന്യായപ്രമാണം. എന്നാൽ ഈ മോശയുടെ ന്യായപ്രമാണത്തെ കർത്താവ് മാറ്റി എഴുതി. കർത്താവ് പറഞ്ഞു, 2 കാരണങ്ങളല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് 10 കൽപ്പനകളിലെ ഹാർഡ് ലോസ് എന്ന് പറയുന്ന മിഡിൽ ലോസാണ്. നീ കൊല്ലരുത്, വ്യഭിചരിക്കുക. ഇതാണ് കട്ടി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീയെ ഉപേക്ഷിച്ചാൽ അവളെ കൊണ്ട് വ്യഭിചരിപ്പിക്കുന്നു, ഹാർഡ് ലോസിൽ ഒന്നിലായി മാറ്റി എന്നുള്ളതാണ്. 5ാമതായി കർത്താവ് സ്ത്രീയെ മോചിപ്പിച്ചു. അവിടെ യഹൂദന്മാരുടെ വേഷവിധാനമായിട്ട് പുതപ്പിക്കുന്നതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. സ്ത്രീക്ക് ജോലി ചെയ്യാൻ അവകാശം കൊടുത്തു. അവർക്ക് സ്വന്തമായ വരുമാനം ഉണ്ടാക്കാനും സ്വന്തം പേരിൽ വസ്തു വാങ്ങിക്കാനും തണ്ടപ്പേരിൽ ചേർത്ത് അനുഭവിക്കാനും സ്വർണം വാങ്ങിക്കാനും പണയപ്പെടുത്താനും ഒക്കെ ഉള്ള അവകാശം സ്ത്രീ കൊടുത്തു യേശുക്രിസ്തു. അങ്ങനെ സ്ത്രീ വിമോചനം കൊടുത്തത് യേശുക്രിസ്തുവാണ്. ഈ വിധങ്ങളായ നിയമങ്ങളിലൂടെയാണ് കർത്താവ് ഒരു ക്രിസ്ത്യൻ കുടുംബം എന്ന ഒരു കുടുംബത്തെ നിങ്ങൾക്കും എനിക്കും സൃഷ്ടിച്ചു തന്നത്. ആ ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണ് നിങ്ങളും ഞാനും എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. മറ്റ് പല സമൂഹങ്ങളിലും ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം, ഇങ്ങനെയൊരു സന്തോഷം അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ക്രിസ്ത്യൻ കുടുംബം യേശുക്രിസ്തു തന്നപ്പോൾ ആ ക്രിസ്ത്യൻ കുടുംബം
എങ്ങനെയാണ് സന്തോഷപ്രദമായിരിക്കുക എന്നുള്ളത് വേദപുസ്തകം മാത്രം വായിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ ഇന്ന് ശ്രമിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മക്കൾ ജനിച്ച് വളരെ ഭംഗിയായി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിലേറ്റവും ആദ്യം കുട്ടികൾ പ്രാർത്ഥിച്ച്, കുട്ടികൾ ദീർഘകാലം നമ്മുടെ സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ജനിക്കേണ്ടവരാണ് ഓരോ കുട്ടിയും. ഈ ചൈൽഡ് ഷാൽ ബി എ പ്ലാൻഡ് ബ്ലെസ്സിങ് ഫ്രം ഗാഡ്. അല്ലാതെ കുട്ടികൾ സെക്സിൻ്റെ ബൈ പ്രോഡക്റ്റായി അബദ്ധത്തിൽ ജനിക്കേണ്ടവരല്ല എന്ന് ശാസ്ത്രം. അങ്ങനെ നമ്മളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ 90 ദിവസമാവുമ്പോൾ മുതൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുടുംബത്തിന് ഐശ്വര്യമുള്ള ഒരു കുഞ്ഞായി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റൂ എന്ന് ശാസ്ത്രജ്ഞന്മാർ. ഇംഗ്ലണ്ടിൽ നടന്ന പ്രസിദ്ധമായ ഒരു ഗവേഷണത്തിൽ ഓരോ ഗർഭിണി കിടന്ന മുറിയിൽ ഓരോ തരം പാട്ടുകൾ വെച്ചു കൊടുത്തു. ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞെപ്പോൾ കരയുന്നു, അപ്പോൾ കുഞ്ഞ് വയറ്റിൽ കിടന്ന കാലത്ത് ആ മുറിയിൽ വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ചിൽ നിർത്തും. വേറെ ഏത് പാട്ട് കേട്ടാലും കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. ഗർഭത്തിലിരുന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ ആ പാട്ട് കേട്ടിരുന്നു എന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചു. പാശ്ചാത്യ ലോകത്തെ സംഗീത പ്രതിഭയായിരുന്നു മൊസാർട്ട്. ആ മൊസാർട്ട് പറയുന്നു, ഞാൻ സംഗീതജ്ഞനാവാനുള്ള കാരണം ഞാൻ ഗർഭത്തിലിരുന്ന 10 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന ഗ്രൂപ്പിലെ അംഗമായിരുന്നു. അങ്ങനെ വയറ്റിലിരുന്നുകൊണ്ട് ആ പാട്ടുകൾ കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ സംഗീതജ്ഞനായത് എന്ന് പറയുന്നു. ശമൂവേൽ പ്രവാചകനാകാനുള്ള കാരണം ഹന്ന എന്ന മഹതി ശമൂവേൽ പ്രവാചകൻ ഗർഭത്തിലിരുന്ന കാലത്ത് എന്ത് പ്രാർത്ഥിച്ചുവെന്ന് വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തുന്നു. മഹാന്മാരുടെ ജനനത്തെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഓരോരുത്തർക്കും വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കുകയാണ്. മാതാവ് ജനിക്കുന്നതിന് കാരണഭൂതമായി മാതാവിൻ്റെ അച്ഛൻ യുവാക്കീമും അമ്മയും അന്നായും എത്ര ഭംഗിയായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും അതിന് മാലാഹ വന്ന് എങ്ങനെയാണ് യുവാക്കീമിന് മറുപടി കൊടുത്തതെന്നും വേദപുസ്തകത്തിലില്ല. പക്ഷേ ആദിമസഭയുടെ പാരമ്പര്യത്തിൻ്റെ കഥകളിൽ നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു ജനിക്കാൻ വേണ്ടി, സ്നാപയോഹന്നാൻ ജനിക്കാൻ വേണ്ടി അമ്മമാർ ചെയ്ത പ്രാർത്ഥനയും അതിൻ്റെ പരിണിത ഫലവും സ്നാപയോഹന്നാൻ്റെ ജനനത്തിലും യേശുവിൻ്റെ ജനനത്തിലും എങ്ങനെ കലാശിച്ചു എന്ന് വേദപുസ്തകം നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഗർഭകാലം വളരെ ശ്രദ്ധേയമായി മാതാപിതാക്കൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് നമുക്ക് ശാസ്ത്രം മനസ്സിലാക്കി തരുകയാണ്. ഫ്രാൻസിൽ നടന്നൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ ഗർഭിണികൾ പ്രസവിച്ചപ്പം അച്ഛൻ്റെ അമ്മയുടെ മുഖച്ഛായുണ്ട്, പക്ഷേ ആ മുഖത്തിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്യുന്നതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. വേറൊരു 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ കുറുക്കൻ്റെ കൂട്ട് മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ കുട്ടികൾക്ക് അച്ഛൻ്റെ അമ്മയുടെ മുഖച്ഛായുണ്ട്, പക്ഷേ ആ മുഖത്തിനൊരു ത്രികോണാകൃതി ഫോം ചെയ്യുന്നതായി കണ്ടെത്തി. അമ്മമാർ എന്താണോ കണ്ടത് അത് കുഞ്ഞിനെ സ്വാധീനിച്ചു, കുഞ്ഞിൻ്റെ അപ്പിയറൻസിനെ സ്വാധീനിച്ചു എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയത്. നമ്മൾ വേദപുസ്തകത്തിൽ ഇത് കാണിക്കുന്ന ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ കറുപ്പും വെളുപ്പുമുള്ള ആടുകൾക്ക് പാല് കൂടുതലാണെന്ന് യാക്കോബ് കണ്ടു. അപ്പോൾ എങ്ങനെ ഈ കറുപ്പും വെളുപ്പുള്ള ആടുകളെ സൃഷ്ടിക്കും? അന്ന് ഈ യൂജനിക്സും പാരമ്പര്യ ശാസ്ത്രമൊന്നും വളർന്നിട്ടില്ല. യാക്കോബ് ഒരു ക്രൂഡ് എക്സ്പെരിമെൻ്റ് ചെയ്തു. ആടുകൾ കിടക്കുന്ന ആലയുടെ ചുറ്റും അദ്ദേഹം തൂണുകൾ നാട്ടി. ആ തൂണുകളെല്ലാം കറുപ്പും വെളുപ്പും നിറത്തിൽ പെയിൻറ്റ് ചെയ്തു. ഈ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള തൂണുകൾ കണ്ടുകൊണ്ട് ഇണചേരുകയും ഗർഭകാലം കഴിച്ചുകൂട്ടുകയും ചെയ്ത് ആടുകൾ പ്രസവിച്ചപ്പോൾ ആട്ടിൻകുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറമുണ്ടാവുകയും യാക്കോബിന് കൂടുതൽ പാൽ ലഭിക്കുകയും ചെയ്തുവെന്ന് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വിസ് ബ്രൗൺ പശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കറുപ്പും വെളുപ്പുമുള്ള പശുവിന് പാല് കൂടുതലാണ്. സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ കറുപ്പും വെളുപ്പിൻ്റെയും പ്രാധാന്യം. ഇപ്പോൾ ഗർഭകാലത്തൊരമ്മ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. വളരെ ശ്രദ്ധേയമായി നമ്മുടെ സുറിയാനി സഭകളിൽ ഒരലിഖിതമായ ഒരു പാരമ്പര്യമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആദ്യം ആ സ്ത്രീ ചെയ്യുന്നത് പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ശേഷം വികാരിയച്ചനോട് പറയും, അച്ചോ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ നമ്മുടെ അച്ഛന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഒരു ഉണ്ണിയേശുവിൻ്റെ പടം കാണാൻ കൊടുക്കും. നീ ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഇത് വെച്ച് ഇത് കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടാൻ പറയും. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ പടം കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണിയേശുവിനെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമെന്ന സുറിയാനി സഭകൾ നൂറ്റാണ്ടുകളായി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ആ പ്രാക്ടീസ് എത്രയോ ശരിയാണെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്.
ഗർഭകാലത്ത് ഗർഭിണി എന്ത് കാണുന്നു എന്നുള്ളത് കുഞ്ഞിനെ സ്വാധീനിക്കുന്നതാണ്. കുട്ടികൾക്ക് നല്ല വെളുപ്പുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സായിപ്പിൻ്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് കിടക്കണം, അപ്പോൾ ശകലമൊക്കെ വെളുപ്പ് കൂടും എന്നൊക്കെയാണ് ഈ ശാസ്ത്രം തെളിയിക്കുന്നത്. ജർമ്മനിയിൽ നടന്നൊരു ഗവേഷണത്തിൽ 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു ഗർഭകാലം മുഴുവൻ. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം ഗർഭകാലം മുഴുവൻ വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ശാസ്ത്രം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ കുട്ടികളൊക്കെ ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും പലരും ശാസ്ത്രജ്ഞന്മാരാവുകയും ശാസ്ത്ര അധ്യാപകരായി തീരുകയും ചെയ്തു. ഒരു 200 ഗർഭിണികൾക്ക് പട്ടാള യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. നെപ്പോളിയൻ്റെയും ജംഗിസ് ഖാൻ്റെയും ഫെർണാൻഡ് ദ ഗ്രേറ്റിൻ്റെയൊക്കെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിന്നെ പോയി പട്ടാളത്തിലും പോലീസിലും പോയി ചേർന്നു. അവർക്ക് ആ കാക്കി യൂണിഫോമിനോട് വല്ലാത്ത ഒരു സ്നേഹം. പിന്നൊരു 200 ഗർഭിണികൾ കൊടുത്തത് കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വായിക്കാനാണ്. കത്തോലിക്കാ സഭയുടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമായി പോയി എന്നുള്ളതാണ്. വിശുദ്ധന്മാരുടെ ജീവചരിത്രം അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഗർഭകാലത്തൊരു ഗർഭിണി എന്ത് വായിക്കുന്നു എന്നുള്ളത് കുട്ടിക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതാണ് എന്ന് ശാസ്ത്രം ഇന്ന് അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു, ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ പെട്ടെന്ന് പോയി നല്ലൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം, അടിച്ച് പറത്തി അങ്ങ് പഠിക്കണം. വയറ്റിലിരിക്കുന്ന കുട്ടി അസാധാരണ ബുദ്ധിശക്തിയുള്ള പ്രതിഭാശാലിയായ ഒരു ശാസ്ത്ര വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു കുട്ടിയായി തീരും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഗർഭകാലത്ത് തകൃതിയായി എന്തെങ്കിലും പഠിച്ചാൽ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവും. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ കൈപ്പട്ടൂരിലെ TTC കേന്ദ്രത്തിൽ TTC പഠിക്കാൻ പോയി, ടീച്ചറാവുന്നതിന് മുമ്പുള്ള TTC. അങ്ങനെ ഞാൻ വയറ്റിൽ കിടന്ന 10 മാസവും അമ്മ തകൃതിയായി പഠിത്തമായിരുന്നു. അങ്ങനെ ഞാൻ ഗർഭത്തിൽ കിടന്ന കാലത്ത് അമ്മ പഠിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് 7 ഡിഗ്രി എടുക്കാൻ പറ്റിയതും 2 PhD എടുക്കാൻ പറ്റിയതും 2 തവണ IAS പരീക്ഷ പാസ്സാവാനൊക്കെ പറ്റിയത് അമ്മ കിടന്ന തകൃതിയായി ഞാൻ വയറ്റിൽ കിടന്നപ്പോൾ പഠിച്ച ആ പഠിത്തത്തിൻ്റെ എഫക്റ്റാണെന്ന് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഗർഭകാലം കൃത്യമായി ഗർഭിണികൾ പ്ലാൻ ചെയ്ത് വേണം ജീവിക്കാൻ. ഗർഭിണിയുള്ള വീട്ടിലൊരു മരണമുണ്ടായാൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറ്റിക്കാണാം. ഇല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളൊരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഇപ്പോഴത്തെ പല സ്ത്രീകളും ഇങ്ങനെയല്ല. ഗർഭിണിയായി കഴിഞ്ഞാൽ എൻ്റെ അമ്മോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് ചാരുകസേര കയറി കിടക്കും. എന്നിട്ട് TV ഓൺ ചെയ്ത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമ കാണാൻ അടി വെടി കുത്ത് തട്ടിക്കൊണ്ടുപോകൽ പെണ്ണുങ്ങളുടെ കരച്ചിൽ ഇതൊക്കെയാണ് സിനിമയ്ക്കകത്ത്. ഇങ്ങനെയുള്ള സന്ധി ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ടാവുന്ന കുട്ടികൾ നല്ല ഗുണ്ടകളും റൗഡികളുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ഉണ്ടാക്കി വെക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുകയും പുണ്യാത്മാക്കളുടെയും പരിശുദ്ധന്മാരുടെയും ജീവചരിത്രം വായിക്കുകയും മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കുകയും തകൃതിയായി എന്തെങ്കിലും പഠിക്കുകയും വേണം ഗർഭകാലത്തെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ബുദ്ധിശക്തി കൂട്ടാനും കുട്ടിയെ മഹാനാക്കി തീർക്കാനും പ്രാഥമികമായി തന്ന കാലഘട്ടം ഏതാണ്? ശാസ്ത്രം പറയുന്നു 12 വയസ്സുള്ളൊരു കാലഘട്ടമാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഒരു ടേപ്പ് എടുത്ത് അളന്നാൽ അത് 30 മുതൽ 33 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള തലയൊട്ടിയായിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും അളന്നാൽ അത് 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 7 വയസ്സാകുമ്പോൾ വീണ്ടും ടേപ്പ് എടുത്ത് അളന്നാൽ അത് 46 മുതൽ 49 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്ക് 12 വയസ്സാകുമ്പോൾ ടേപ്പ് എടുത്ത് അളന്നാൽ അത് 50 മുതൽ 56 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. പിന്നെ തലച്ചോറും തലയോട്ടിയൊന്നും വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ടോടെ 8 ക്രേനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്യും. പിന്നെ 112ാമത്തെ വയസ്സിൽ അളന്നാൽ 12ാമത്തെ വയസ്സിൽ അളന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണോ അത്രയും സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാതാപിതാക്കൾക്ക് 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെയാണ് പ്രാഥമികമായി നമ്മുടെ കുട്ടികൾക്ക് വലിയ നിലകളിലെത്തിക്കാൻ തന്നിരിക്കുന്ന അവസരം. ആ അവസരത്തിൽ കുട്ടിക്ക് എന്താണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ലോകത്തിലെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ പുസ്തകം എഴുതിയത് എലിസബത്ത് ഹർലോക്ക് എന്ന ശാസ്ത്രജ്ഞയാണ്. 20 കൊല്ലം വിവാഹം പോലും കഴിക്കാതെ ആ സ്ത്രീ ലോകത്തിൽ കുട്ടികളെ വളർത്തുന്നതിനെപ്പറ്റി എഴുതിയ 1000ഓളം PhD തീസിസുകൾ സമാഹരിച്ചെഴുതിയ ബൃഹത്തായ ഗ്രന്ഥമാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അപ്പനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങൾ ആ സ്ത്രീ ശാസ്ത്രീയമായി അതിൽ തെളിയിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ബൃഹത്തായ മറ്റൊരു പുസ്തകം കൂടി എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് പാപ്പാലി എഴുതിയ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകമാണ്. എലിസബത്ത് ഹർലോക്കിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒരു 1000 പേജുള്ള പുസ്തകമാണ്.
എന്നാൽ പാപ്പാലിയയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഒരു 3000 പേജുള്ള പുസ്തകമാണ്. ആമസോണാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഞാൻ അടുത്ത കാലത്ത് ആ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വരുത്തി. 12,000 രൂപ വിലയാണ് ആ പുസ്തകത്തിന്. പക്ഷേ ബൃഹത്തായ പുസ്തകമാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യത്തെ 6 മാസക്കാലം കുട്ടിക്ക് പ്രകാശം പ്രതിഫലിക്കുന്നത് കാണിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ തലച്ചോറിന് 60,000 ലക്ഷം ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോണിന് 50 മുതൽ 1000 വരെയൊക്കെ ശാഖ ഉണ്ടാവും. ആ ശാഖകൾ പരസ്പരം വിടർന്നു പോയി മറ്റ് ശാഖകളുമായി ബന്ധം സ്ഥാപിക്കണം. അതിന് സിനാപ്സിസ് എന്ന് പറയും. ഒരിക്കൽ സിനാപ്സ് സ്ഥാപിച്ചാൽ മരണം വരെ പിന്നത് പറഞ്ഞു പോവുകയില്ല. കുട്ടിയുടെ തലച്ചോറിൽ കൂടുതൽ സിനാപ്സ് ഉണ്ടാക്കുകയാണ് മാതാപിതാക്കളുടെ ലക്ഷ്യം. അതിനാദ്യമായി കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ വിളക്കുകൾ കത്തുകയും അണയുകയും ചെയ്യുന്നതിൽ സെറ്റ് ചെയ്യണം. നമ്മുടെയൊക്കെ വീട്ടിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടി സ്ഥിരം വാങ്ങിച്ചു വെച്ച മിന്നാമിന്നിങ് വിളക്കുകളുണ്ട്, കത്തുകയും ചെയ്യുന്നത്. ദനഹാ പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മളതെല്ലാം കൂടെ മടക്കി അലമാരി കൊണ്ടുവെക്കും. പിന്നെ അടുത്ത ഡിസംബർ 1 നമ്മൾ എടുക്കുകയുള്ളൂ. ഈ വിളക്കിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. കൊച്ചുകുട്ടി 6 മാസം പ്രായമാകുന്നവരെ ബെഡ്റൂമിൽ ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന വിളക്ക് കത്തുകയാണതിന് സെറ്റ് ചെയ്യണം. കുഞ്ഞിങ്ങനെ വിളക്ക് കത്തുകയാണതിന് സെറ്റ് ചെയ്യുമ്പോൾ തലച്ചോറിനകത്ത് ന്യൂറോൺസ് ഇളകി ആടി സിനാപ്സിസിൻ്റെ എണ്ണം വളരെയധികം കൂടും. പണ്ട് ഹനുമാൻ ജനിച്ചു വീടുണ്ട് സൂര്യഭഗവാനെ പിടിച്ച് തിന്നാൻ പോയ ഒരു കഥ പുരാണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഈ ഫിനോമിനാണ് ഈ കാണിക്കുന്നത്. 6 മാസം കഴിഞ്ഞ് 1 വയസ്സാവുന്നവരെ കുട്ടിക്ക് ചുവപ്പ്, പച്ച, മഞ്ഞ എന്ന 3 ബേസിക് കളേഴ്സ് കാണിക്കണം. ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായാൽ 3.5 ലക്ഷം നിറങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കഴിവുണ്ട്. പക്ഷേ 1 വയസ്സാവുന്നതിന് മുമ്പ് കുട്ടിക്ക് ബേസിക് കളേഴ്സ് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ, ചുവപ്പ്, പച്ച, മഞ്ഞ എന്ന നിറങ്ങൾ. അതുകൊണ്ട് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ വിൻഡോ കട്ടറും ഡോർ കട്ടറും ഒക്കെ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാകണം. മേൽക്കൂരയിലെ തോരണം വലിച്ചു കെട്ടി ചുവപ്പ്, പച്ച നിറങ്ങൾ കാണിച്ചാൽ വളരെ നല്ലതാണ്. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും പ്ലെയിൻ സാരി ഉടുത്തുകൊണ്ട് പൊക്കളയരുത്. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരിയും ബ്ലൗസും എടുത്തുകൊണ്ട് വേണം പോവാൻ. കുഞ്ഞിങ്ങനെ അമ്മയെ നോക്കുമ്പം ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇങ്ങനെ ഇടകലർന്ന് കാണുകയും കുഞ്ഞിൻ്റെ തലച്ചോറിന് ബുദ്ധിശക്തി കൂടുകയും ചെയ്യും. വേലക്കാരി കുഞ്ഞിനെ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വേലക്കാരിക്ക് 3 സെറ്റ് സാരിയും ബ്ലൗസും വാങ്ങിച്ചു കൊടുക്കണം, ചുവപ്പ്, പച്ച, മഞ്ഞ. എത്ര തവണ വേലക്കാരി കുഞ്ഞിനെ എടുക്കുന്നു അത്രയും കുട്ടിയുടെ ബുദ്ധിശക്തി കൂടും. ഭാര്യമാർ തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കണം. ഭർത്താക്കന്മാരൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുഴപ്പമുണ്ടായി കളയരുത്. ജോലിക്കാർക്ക് ഒരു 3 സെറ്റ് സാരിയും ബ്ലൗസും വാങ്ങിച്ചു കൊടുക്കുക, ചുവപ്പ്, പച്ച, മഞ്ഞ. 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സ് വരെ കുട്ടിക്ക് ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടം കൊടുക്കണം. ഈ ചലനം മുഖത്ത് 2 കണ്ണുകൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യും. ശബ്ദം ചെവിയുടെ 2 സൈഡിലുള്ള ഈ തലയുടെ സൈഡിലുള്ള ചെവിയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചലനവും ശബ്ദവും ഇപ്പോൾ ചെണ്ട അടിച്ചുകൊണ്ടൊരു കുരങ്ങൻ പോവാണ്. കുട്ടി ആ കുരങ്ങൻ്റെ ആ ചെണ്ടയടി ശ്രദ്ധിക്കും, ആ ശബ്ദവും ശ്രദ്ധിക്കും. അപ്പോൾ തലച്ചോറിൻ്റെ എല്ലാ ഭാഗവും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ വെച്ച് കുട്ടി കളിക്കുമ്പോഴാണ്. കാക്കോ എന്ന് വിളിച്ചുകൊണ്ടൊന്ന് താറാവോ, ബക്കറ്റിനകത്ത് ഓടുന്ന ബോട്ടോ, ഇങ്ങനെയൊക്കെ വേണം കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ. 1.5 വയസ്സ് കഴിഞ്ഞ് 2.5 വയസ്സ് വരെ കുട്ടിയുടെ ഓറിയൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഇവിടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും ആദ്യം കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. പൊട്ടുന്ന കളിപ്പാട്ടം കൊണ്ട് മാത്രമേ കുട്ടിക്ക് ബുദ്ധി വളരുകയുള്ളൂ. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് കുട്ടിക്ക് ബുദ്ധി വളരുകയില്ല. പൊട്ടുന്ന കളിപ്പാട്ടം വെച്ച് കുട്ടി ഇങ്ങനെ കളിച്ച് കളിപ്പാട്ടം താഴെ ടപ്പെന്നങ്ങ് പൊട്ടും. പൊട്ടുമ്പം കുഞ്ഞ് കരയും, അപ്പൻ ചിരിക്കും. പക്ഷേ ആ കളിപ്പാട്ടം എടുത്ത് പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ട് ഒരു 2.5 വയസ്സാകുമ്പോഴേക്കും അപ്പനും കുട്ടിയും കൂട്ടിരുന്ന് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും കൂട്ടിരുന്ന് കളിപ്പാട്ടം റിപ്പയർ ചെയ്യണം. എത്രത്തോളം കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് ഫങ്ഷണലാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ആ കുട്ടി പിൽക്കാലത്ത് മഹാനായ ഒരു ശാസ്ത്രജ്ഞനോ മഹാനായ ഒരു എൻജിനീയറോ ഒരു ആർക്കിടെക്റ്റോ ഒരു IAS ഓഫീസറോ ഒറിജിനൽ തിങ്കറോ ആയ ഒരു മഹാൻ ഭൂമിയിൽ ജനിക്കാൻ പോകുന്നു ശാസ്ത്രജ്ഞന്മാർ. എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജോലിയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വൈകിട്ടാവുമ്പോൾ ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളിനെ വിളിച്ചുകൊണ്ടുവരും. അവനിന് നീ കളിപ്പാട്ടം എല്ലാം റിപ്പയർ ചെയ്ത് കുട്ടികളെ കാണിക്കും. അന്ന് അവന് 100 രൂപ ശമ്പളം കൊടുക്കുമായിരുന്നു 2 മണിക്കൂർ ഇത് റിപ്പയർ ചെയ്യുന്നതിന്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കണ്ട എൻ്റെ മകൾ ബിടെക്കിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അതാണ് ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്താൽ കാണുന്ന ഗുണം. ഇനി കളിപ്പാട്ടം വാങ്ങിച്ച ശേഷം കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാതെ ചിലർ അലമാരിയിൽ വെച്ച് പൂട്ടിക്കളയും. ഇത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ദ്രോഹം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കളിപ്പാട്ടം വാങ്ങിച്ചില്ലേ വാങ്ങിക്കണ്ട, വാങ്ങിച്ചിട്ട് കുട്ടി കളിക്കാൻ കൊടുക്കാതിരിക്കരുത്. കുട്ടി അലമാരയുടെ മുമ്പിലൊന്നിങ്ങനെ വായു വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കും. അൺഫുൾഫിൽഡ് ഡിസയർസ്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് ഊർന്നിറങ്ങും. അങ്ങനെ കൂടുതൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കാതെ അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ആ കുട്ടി തന്തയുടെ ചെവിക്കലിന് അടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ചെറുപ്പത്തിൽ കളിപ്പാട്ടം കൊടുക്കാത്ത വൈരാഗ്യം ഇങ്ങനെ മനസ്സിൽ കിടക്കും. അത് അവസാനം അടിയിൽ കലാശിക്കുമെന്നാണ്.
അതുകൊണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് കളിക്കാൻ കൊടുക്കാതിരിക്കരുത്, കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുക. രണ്ടാമതായി കുട്ടികൾ കൊടുക്കേണ്ട ചിത്രങ്ങളാണ്. വനിതാ മാസികയുടെ കവറോ കലാകൗമുദിയുടെ കവറോ എല്ലാം കൊടുക്കണം, നല്ല പടങ്ങൾ. കുട്ടി ഇങ്ങനെ വെച്ച് കുറച്ചു നേരം കളിച്ചിട്ട് അറിയാതെ കുട്ടി അങ്ങ് കീറിപ്പോവും. നമ്മൾ വലത്തോട്ട് കൈ പോകാൻ പറഞ്ഞാൽ കൈ വലത്തോട്ട് പോകും. കുട്ടികൾക്കൊരു 4 വയസ്സാവുന്നവരെ വലത്തോട്ട് കുട്ടി ആഗ്രഹിച്ചാലും ചിലപ്പോൾ കൈ പോകുന്ന ഇടത്തോട്ടായിരിക്കും. ആ കോർഡിനേഷൻ വരാത്തോട്ടാണ് ഈ ചിത്രം കീറുന്നത്. ചിത്രം കീറി കഴിയുമ്പോൾ ഒരു പേപ്പറിൽ ഒന്ന് സൂക്ഷിക്കണം. 2.5 വയസ്സാകുമ്പോൾ അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന് ചിത്രത്തിൻ്റെ മറു സൈഡിൽ സെലോ ടേപ്പ് പൊട്ടി ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കുട്ടി മഹാനായ ഒരു കലാകാരനായി തീരും. ആ കുട്ടി ഒരു ലിയോണോ ഡാവിഞ്ചിയോ ഒരു മൈക്കൽ ആഞ്ചലോയോ ഒരു പാട്ടുകാരൻ യേശുദാസോ ഒരു രാജാ രവിവർമ്മയൊക്കെ ആയിത്തീരും എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. മൂന്നാമതായി കുട്ടികൾ കൊടുക്കേണ്ടത് ബലൂണുകളാണ്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് ആ ബലൂൺ വീർപ്പിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ ബലൂൺ ഇങ്ങനെ വീർത്ത് മുട്ടത്തലേനെ തല ഇങ്ങനെ വീർത്ത് വരികയാണ്. കുഞ്ഞ് നല്ല രസത്തോട് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ കുട്ടി ഈ ബലൂൺ ഇട്ടിങ്ങനെ അടിക്കും. ബലൂൺ അടിച്ച് കുറച്ച് കഴിയുമ്പോൾ ബലൂൺ ടപ്പ് എന്നൊരു പൊട്ടങ്ങ് പൊട്ടും. കാരണം ഈ റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് കയറിക്കഴിഞ്ഞാൽ എക്സോസ്മോസിസിലൂടെ റബ്ബർ പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. ബലൂൺ പൊട്ടുമ്പോൾ കുട്ടി വലിയ വായിലെ കരയും, എന്തോ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. അപ്പൻ വലിയ വായിലെ ചിരിക്കുക, അപ്പനറിയാതെ പൊട്ടുന്ന സാധനമാണ്. ഒരു ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക, ആ ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക. എത്രത്തോളം ബലൂണുകൾ പൊട്ടുന്നുവോ അത്രത്തോളം കുട്ടിക്ക് മനസ്സിലാവും ജീവിതം നശ്വരമാണ്. ഞാൻ മരിച്ചാലും എന്നെ ഭൂമിയിലെ ആളുകൾ ഓർമ്മിച്ചിരിക്കണം. ഇംഗ്ലീഷിലെ പ്രസിദ്ധമായ പഴമൊഴിയാണ് ഫെയിം ഈസ് ദ ലാസ്റ്റ് ഇൻഫർമിറ്റി ഓഫ് നോബിൾ സോൾസ്. മഹാന്മാരുടെ ബലഹീനതയാണ് അനശ്വരത എന്ന് പറയുന്നത്. കുട്ടി അനശ്വരനാവാൻ ശ്രമിക്കുകയും തലമുറകൾക്ക് ശേഷവും ഈ നാടറിഞ്ഞിരിക്കുന്ന മഹാനായ ഒരു കുട്ടിയായി തീരുകയും ചെയ്യും. ചില കുട്ടികൾക്ക് മനസ്സിലാവും ഈ ജീവിതം നശ്വരമാണ്, പക്ഷേ ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നതെങ്കിൽ കുട്ടി പിൽക്കാലത്ത് ഒരു വിവേകാനന്ദ സ്വാമിയോ ഒരു മദർ തെരേസയോ ഒക്കെ ആയിത്തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഇതാണ് സഭയുടെ ചരിത്രത്തിലെ അഗസ്റ്റീനോസ് പുണ്യാളൻ്റെ ഫിലോസഫി സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്ന കുമ്മളിയുടെ ഫിലോസഫി എന്ന് പറയുന്ന അഗസ്റ്റീനോസിൻ്റെ ഫിലോസഫി ബലൂണിൻ്റെ പൊട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു എഫക്റ്റാണ്. ഞാനവിടെ സ്റ്റേജിൽ വന്നിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ പള്ളിയുടെ പുറകുവശത്തൊരു 4-5 പിള്ളേർ ബലൂൺ ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ കൂടുതൽ ബലൂൺ കൊച്ചാട്ടക്കാരെ കൊണ്ടുവരണം. അത്രയും മഹാന്മാരാണ് കടമ്പനട്ട ഉണ്ടാവാൻ പോകുന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. എത്രയും ബലൂൺ പൊട്ടിക്കുന്നോ അത്രയും നല്ലത്. നാലാമതായി മുത്തശ്ശനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുമ്പോൾ കുട്ടികളെയും കൂടെ നിർത്തി വേണം ശുശ്രൂഷിക്കാൻ. മോനെ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ടാ, അമ്മച്ചി ഒന്ന് കുളിപ്പിക്കട്ടാ, മോളെ ഒരു തോർത്തെടുത്തുകൊണ്ട് വാ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എത്രത്തോളം മുത്തശ്ശനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുന്നത് കുട്ടികൾ കാണുന്നുവോ അത്രത്തോളം ആ കുട്ടി വിശ്വപ്രസിദ്ധനായി ഒരു ഡോക്ടറായി തീരാനുള്ള, ഒരു നേഴ്സായി തീരാനുള്ള, ഒരു സാമൂഹ്യ പ്രവർത്തകനോ പ്രവർത്തകയായി തീരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ. അല്ലാതെ മുത്തപ്പന് ചീത്തയും കൊടുത്തിട്ട് മോനെ ഡോക്ടർ ആവടാ എന്ന് പറഞ്ഞാൽ അവൻ ഡോക്ടറും ആവില്ല, ഒരു കമ്പൗണ്ടറും ആവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് മുത്തച്ഛനെയും മുത്തശ്ശനെയും ശുശ്രൂഷിക്കുന്നത് കൊച്ചുമക്കളുടെയും കൂടെ പാർട്ടിസിപ്പേഷനോടെ ആയിരിക്കണം. 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. 2.5 വയസ്സാവുമ്പോഴാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ തലച്ചോറിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറില്ലാത്തൊരു കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറില്ലാത്ത കുട്ടി ഒരിക്കലും ഒരു എഞ്ചിനീയറോ ശാസ്ത്രജ്ഞനാവാൻ പറ്റിയില്ല. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവറില്ലാത്ത കുട്ടി ഒരിക്കലും ഒരു IAS ഓഫീസർ IPS ഓഫീസർ ആവാൻ പറ്റിയില്ല. ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ 2.5 വയസ്സാകുമ്പോഴാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, കുട്ടിയെ കൊണ്ട് യാത്ര ചെയ്യാൻ പോകണം. ട്രാവൽ ഈസ് എഡ്യൂക്കേഷൻ. കുട്ടി ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന് ഇങ്ങനെ ലോകം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 6 അടി പൊക്കമുള്ളം വന്ന് പിന്നെ ഒരു 4 അടി പൊക്കവന് ഒരു മുണ്ടൻ വരുന്നു, അപ്പുറത്തൂടെ കാള പോകുന്നു, കുതിര പോകുന്നു, ആകാശത്തിലെ വിമാനങ്ങൾ പോകുന്നു, ബോട്ടുകൾ പോകുന്നു, പലതിങ്ങനെ കുട്ടി കാണും. വെള്ളത്തിൽ കൂടെ ബോട്ട് ഓടുന്നു. ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ കുട്ടി തലച്ചോറിലേക്ക് ഇങ്ങനെ സംഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതെത്രത്തോളം തലച്ചോറ് ചൊല്ലുന്നു അത്രത്തോളം തലച്ചോറ് വികസിക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും തലച്ചോറ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കുട്ടി ഡെവലപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ട്രാവൽ ഈസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടിയെ മൃഗശാലയിൽ കൊണ്ടുപോകണം. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും കുട്ടിയെ 2-3 തവണ മൃഗശാലയിൽ കൊണ്ടുപോകണം. കുട്ടിയുടെ നഴ്സറി സ്കൂളിൽ ബുക്കിൽ കുരങ്ങനെന്ന് പറഞ്ഞൊരു കുരങ്ങൻ്റെ പടമുണ്ട്. പക്ഷെ മൃഗശാലയിൽ ചെല്ലുമ്പോൾ 20 കുരങ്ങന്മാരാണ്. ഒരിടത്ത് ചെല്ലുമ്പോൾ ഗൊറില്ലയാണ്, അപ്പുറത്ത് ചെല്ലുമ്പോൾ ചിമ്പൻസിയാണ്, ഇപ്പുറത്തൊരു ഒറാങ്ങുട്ടാനാണ്, ഇപ്പുറത്തൊരു സിംഹവാലൻ കുരങ്ങനാണ്. കുട്ടി ഈ കുരങ്ങന്മാരെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ഒരു കുരങ്ങനും മറ്റേ കുരങ്ങനുമായിട്ടുള്ള സാമ്യം വ്യത്യാസം ഒരു അരമണിക്കൂർ കുട്ടി അവിടെ ഒന്ന് കാണണം. അപ്പോൾ കുട്ടിയുടെ തലച്ചോറിനകത്ത് ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഇങ്ങനെ അങ്ങോട്ട് വികസിക്കും.
കുട്ടിയുടെ നഴ്സറി സ്കൂൾ ബുക്കിൽ തത്തമ്മ എന്ന് പറഞ്ഞ ചുമന്ന ചുണ്ടുള്ള പച്ചത്തൂറുള്ള ഒരു തത്തമ്മയുടെ പടമുണ്ട്. മൃഗശാലയിൽ ചെല്ലുമ്പോൾ 25 തത്തമ്മ, ഇന്തോനേഷ്യൻ തത്തമ്മ, ആഫ്രിക്കൻ തത്തമ്മ, യൂറോപ്യൻ തത്തമ്മ. കുട്ടി ഓരോ തത്തമ്മ ഇങ്ങനെ കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്യുന്നതിലൂടെയാണ് കുട്ടിയുടെ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടിക്ക് എത്രത്തോളം അറിവ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നിശ്ചയിക്കാൻ പോകുന്ന കുട്ടിയെ ഈ മൃഗശാലയിലും യാത്ര ചെയ്യാനും കൊണ്ടുപോകുമ്പോഴാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അങ്ങനെ ഒരു 3 വയസ്സാകുമ്പം കുട്ടിയെ നമ്മൾ പ്ലേ സ്കൂളിലും LKG അങ്ങ് വിടും. അവിടെ ചെല്ലുമ്പോഴാണ് കുട്ടി ആദ്യമായി സമൂഹത്തിലൊരു അംഗമാണെന്ന് മനസ്സിലാവുന്നത്. മിക്ക വീട്ടിലും ഈ കുട്ടി എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ സൂര്യനെ പോലെയാണ്. അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മേനെ കുട്ടിയോട് ചുറ്റും കിടന്ന് കറങ്ങാണ്. ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയല്ലേ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അങ്ങനെ വീടിനെ ഭരിക്കുന്ന ഈ കുട്ടി 3 വയസ്സാകുമ്പം നഴ്സറി സ്കൂളിൽ ചെല്ലും. അവിടെ വല്ല പ്രാധാന്യമുണ്ടോ? 50 എണ്ണത്തിൽ ഒരാൾ, അത്രയല്ലേ ഉള്ളൂ. എല്ലാവരും പാൽ കുടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും പാൽ കുടിക്കും, കിടക്കടാന്ന് പറഞ്ഞാൽ കിടക്കാം, കളിക്കടാന്ന് പറഞ്ഞാൽ കളിക്കും. അപ്പോൾ കുട്ടി മനസ്സിലാവും, ഞാനിവിടുത്തെ സൗരയൂഥത്തിലുള്ള സൂര്യനൊന്നുമല്ല, ഞാൻ സമൂഹത്തിലൊരു അംഗം മാത്രമാണ്. അങ്ങനെ പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ സമൂഹത്തിൽ ലെവലാവാൻ പറ്റുള്ളൂ, ഈക്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 വയസ്സ് തൊട്ട് 8.5 വയസ്സ് തൊട്ട് കാലഘട്ടം ജീവിതത്തിലെ വലിയൊരു കാലഘട്ടമാണ്. 20,000 മഹാന്മാരുടെ ജീവചരിത്രമെടുത്ത് മഗ്രൂഹിൽ കമ്പനി പഠിച്ചു. അവർ കണ്ടെത്തി മഹാന്മാരിൽ ഭൂരിപക്ഷവും 60% മുകളിലും അമ്മയും അപ്പനും വളർത്തിയവരല്ല, മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയവരാണ്. പ്രത്യേകിച്ച് മുത്തശ്ശി വളർത്തിയ കുട്ടികളാണ് ലോകചരിത്രത്തിലെ മഹാന്മാരിൽ ഭൂരിപക്ഷവും. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം അമ്മ മരിച്ചുപോയി. മുത്തശ്ശിയും മുത്തശ്ശനും ആ കുട്ടിയെ ബുദ്ധഭഗവാനെ വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിരുന്നപ്പോഴേ അപ്പനങ്ങ് മരിച്ചുപോയി. അമ്മ 6 വയസ്സായപ്പോൾ മരിച്ചുപോയി. മുത്തശ്ശനും മുത്തശ്ശിയാണ് പ്രവാചകനെ വളർത്തിയത്. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പം അപ്പം മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോൾ അപ്പനും അമ്മയും അങ്ങ് മരിച്ചുപോയി ഒരു ആക്സിഡൻറ്റിൽ. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി വളർത്തി. ഐസക് ന്യൂട്ടൺ ഗർഭത്തിലിരുന്നപ്പോഴേ അപ്പം മരിച്ചുപോയി. അമ്മ വേറൊരാളെ കല്യാണം കഴിച്ച് മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി. ഇമ്മാനുവൽ കാരന് 1 വയസ്സായപ്പോൾ അപ്പനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി വളർത്തി. മഹാന്മാരുടെ നിരയെടുത്തിട്ട് ശാസ്ത്രം പറയുന്നു 60%-ലേറെ മഹാന്മാർ അമ്മയും അപ്പനും വളർത്തിയവരല്ല. 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശിമാർ വളർത്തിയ കുട്ടികളാണ് ലോകത്തിലെ മഹാന്മാരും മഹതികളുമായി മാറിയത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം? അത് ശാസ്ത്രം കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ്. 3 വയസ്സായ കുട്ടി എഴഞ്ഞ് മുത്തശ്ശിയുടെ മഴയിൽ കയറും. മുത്തശ്ശി ഒരു കഥ പറ മുത്തശ്ശി എന്ന് പറയും. മുത്തശ്ശി പതുക്കെ കഥ തുടങ്ങും. പണ്ടൊരു രാജാവുണ്ടായിരുന്നു. വൺസ് അപ്പോൺ എ സ്റ്റോറി ടൈം ദെയർ ലിവ്ഡ് എ കിങ്, ലോങ് ഇയേഴ്സ് അഗോ ദെയർ ലിവ്ഡ് എ കിങ് എന്ന് പറഞ്ഞ് കഥ തുടങ്ങാണ്. പലപ്പോഴും കഥ തുടങ്ങുമ്പോൾ ഏത് കഥയാണെന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2 സെൻറ്റൻസ് കഴിയുമ്പോൾ മുത്തശ്ശി എവിടെയെങ്കിലും കൊണ്ട് കണക്ട് ചെയ്യും. പിന്നെ ഇതിന് കാലഘട്ടമുണ്ട്. 500 കൊല്ലത്തിന് മുമ്പ് അക്ബർ ചക്രവർത്തി ഡൽഹി ഭരിച്ചപ്പോഴുണ്ടല്ലോ, 250 കൊല്ലത്തിന് മാർത്താണ്ഡവർമ്മ ഭരിച്ചപ്പോഴുണ്ടല്ലോ എന്ന് പറയും. ഈ കഥ കേൾക്കുന്ന കുട്ടിക്ക് മഹാന്മാർക്ക് വേണ്ട ആദ്യത്തെ ഗുണം സെൻസ് ഓഫ് ഹിസ്റ്ററി എന്നതാണ്, ചരിത്രത്തെ അവബോധം ചെയ്യാനുള്ള കഴിവ്. നിങ്ങളുടെ ദേശക്കാരൻ കടമോട്ട രാമകൃഷ്ണൻ കുറത്തി എന്നൊരു കവിത എഴുതി. ആ കവിതയുടെ മധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. പക്ഷെ കുറത്തി അവസാനിക്കുമ്പോൾ കടമോട്ട രാമകൃഷ്ണൻ തിരുത്തി പാടുകയാണ്, നിങ്ങളറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന്. ഈ ചരിത്രപരമായ അവബോധമില്ലാത്ത ആരും ഭൂമിയിൽ മഹാനാവില്ല. മുത്തശ്ശിയുടെ കഥകളിൽ നിന്നാണ് ആദ്യമായി കുട്ടിയുടെ തലച്ചോറിൽ ചരിത്രപരമായ അവബോധം ഉണ്ടാവുന്നത്. രണ്ടാമത് മുത്തശ്ശി കഥ പറയും. എന്താണ് മുത്തശ്ശിയുടെ കഥ? മുത്തശ്ശിയുടെ കഥ ഹീറോസിൻ്റെ കഥയാണ്. അർജുനൻ, ഹെർക്കുലീസ്, സിൻബാദ്, ഭീമസേനൻ, ഭഗവാൻ കൃഷ്ണൻ, ഇങ്ങനെയാണ് കഥ വരുന്നത്. ഈ കഥയിലെ മഹാന്മാരെ കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കും. അവർക്ക് ചില ഗുണങ്ങളുണ്ട്. ആ ഹീറോ വർഷിപ്പിനകത്തൂടെ ആ ഹീറോസിൻ്റെ കഴിവിനെ സ്വന്തം ജീവിതത്തിലേക്ക് ഇംബൈബ് ചെയ്യാൻ ആ കുട്ടി ശ്രമിക്കും. അങ്ങനെ മഹാന്മാരുടെ ഗുണങ്ങൾ ഹീറോ വർഷിപ്പിലൂടെ നേടുന്ന കുട്ടി ആ മഹാന്മാരുടെ ഗുണങ്ങളെ സംസ്വീകരിക്കുകയും അവരെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുകയും ചെയ്യും. അവിടെയാണ് കുട്ടി മഹാനാവാനുള്ള 2ാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. 3ാമത് മുത്തശ്ശി കഥ പറയും. എന്താണ്? മഹാന്മാരിൽ നിന്ന് കുഴപ്പത്തിൽപ്പെട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്ന കഥയാണ്. ഇസ്രായേലിനെ ഒരു ഗോലിയാത്ത് വന്നിങ്ങനെ വരട്ടുന്നു. അപ്പോൾ ഒരു 15 വയസ്സുള്ള ദാവീദ് രാജാവ് വന്ന് ഒരൊറ്റ കല്ലെടുത്ത് നെറ്റിക്കൊരു ഏറ് കൊടുത്തു. അവൻ താഴെ വീണു, അവൻ്റെ കഴുത്ത് വെട്ടി. അങ്ങനെ ഫിലിസ്തീനെ പരാജയപ്പെടുത്തിയൊരു കഥ വേദപുസ്തകത്തിൽ നിന്ന് പറയുക. ശിംശോനെ അവന്മാരെല്ലാം കൂടെ ഉപദ്രവിച്ച് ശിംശോനെ ചെയ്ത് കുറേ 250 കുറുക്കന്മാരെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ വാലെല്ലാം കൂട്ടിക്കെട്ടി ഒരു പന്തവും നടുക്ക് വെച്ചിട്ട് ഒരൊറ്റ വിടിയിലങ്ങ് വിട്ട് അവൻ്റെ കൃഷി മുഴുവൻ കത്തിപ്പോയി.
ഈ വാലയെ പന്തം കിട്ടുന്ന കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. വളരെ രസമുണ്ടല്ലോടാ, ശാംസൻ ആൾ കൊള്ളാമല്ലോ എന്ന് പറയും. സിൻബാദ് കപ്പൽ യാത്രയ്ക്ക് ഒന്നാം ദ്വീപിൽ പ്രശ്നം, രണ്ടാം ദ്വീപിൽ പ്രശ്നം, മൂന്നാം ദ്വീപിൽ പ്രശ്നമാണ്. ഇതിൽ ഓരോന്നും സിൻബാദ് കറക്റ്റായിട്ട് പരിഹരിച്ചിട്ട് രക്ഷപ്പെട്ട് തിരിച്ചു വരികയാണ്. ഹെർക്കുലീസ് ഈജിപ്ത് തൊടുത്ത് കഴുകാൻ പോകുന്നു, ഭയങ്കര പ്രശ്നം. അവസാനം ഹെർക്കുലീസ് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് വിജയശ്രീലാളിതനായി ഈജിപ്ത് തൊടുത്ത് കഴുകിയിട്ട് തിരിച്ചു വരികയാണ്. ഈ പ്രോബ്ലം സോൾവിങ് മുത്തശ്ശി പറയുന്ന കഥയിൽ നിന്ന് കുട്ടി കേൾക്കും. കുട്ടി ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. അയാൾ അപകടത്തിൽപ്പെട്ടു, ഇനി എങ്ങനെ രക്ഷപ്പെടും? ഈ കഥ കേൾക്കുന്ന കുട്ടി പ്രോബ്ലം സോൾവിങ് പഠിക്കും, കുട്ടി മാനേജ്മെൻറ്റ് പഠിക്കും, കുട്ടി മഹാനായ ഒരു നേതാവായിത്തീരും. ഏത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ കഴിവുള്ള ഒരു നേതാവായിത്തീരും. അവൻ MBAക്ക് റാങ്ക് വാങ്ങിച്ച് വലിയ കമ്പനിയുടെ ജനറൽ മാനേജരായി പരിലസിക്കും ഈ മുത്തശ്ശിയുടെ കഥ കേൾക്കുന്ന കുട്ടി. നാലാമതായിട്ട് കുട്ടി മുത്തച്ഛൻ്റെ വഴിയിലോട്ട് കയറും. മുത്തച്ഛൻ ഓരോ വീരവാദങ്ങൾ അടിക്കാൻ തുടങ്ങും. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞാനും എൻ്റെ മുത്തപ്പനും കൂടി അച്ഛൻ കോയിൽ ആറ്റി ഇറങ്ങടാ മോനെ, ഒരു മുതല വന്നടാ മോനെ, മുതലേ ഞങ്ങളെ പിടിച്ച് കെട്ടിയിടാ മോനെ എന്ന് ശുദ്ധ കള്ളമായത് മുഴുവൻ. അച്ഛൻ കോയിലായിട്ട് മുതലേയും ഇല്ല, വല്യപ്പൻ മുതലേയും പിടിച്ചിട്ടില്ല, ആമയും പിടിച്ചിട്ടില്ല. പക്ഷേ മുത്തപ്പൻ്റെ കഥ കേൾക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്നതെന്നറിയോ, എൻ്റെ മുത്തപ്പനോ ഭയങ്കര ആളാണ്, ഭയങ്കര പരിപാടികളാണ്. മുത്തപ്പൻ അതിലും ഭയങ്കര വീരൻ. കുട്ടി സ്വന്തം മുൻ തലമുറകളെപ്പറ്റി അഭിമാനമുള്ള കുട്ടിയായി മാറും. പിന്നെ ഈ മുത്തച്ഛൻ കുടുംബേർത്തരം പറയും. എല്ലാ കുടുംബേർത്തരങ്ങളും 50% നട്ടാക്കുറുക്കാത്ത കള്ളമാണ്. മറ്റുള്ളവരുടെ ഉണ്ടെങ്കിൽ ആൾ കാണിക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിൽ എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബേർത്തരം വല്യപ്പനെടുത്തങ്ങോട്ട് വിളമ്പും. കുട്ടിക്കൊരു സ്വത്വബോധം ഉണ്ടാവും. ഞാനൊരു വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നൊരു സ്വത്വബോധം കുട്ടിയിലുണ്ടാവാൻ ഈ മുത്തച്ഛൻ്റെ കഥകൾ സഹായിക്കും. അഞ്ചാമതായിട്ട് മുത്തശ്ശി ചെയ്യുന്ന കഥ എന്നാണെന്നറിയാം. മുത്തശ്ശി പഞ്ചതന്ത്ര കഥയിലോട്ട് കയറും. കാട് ഭരിക്കുന്നൊരു സിംഹം ഉണ്ടായിരുന്നടാ മോനെ, അവിടെ ഒരു ആന ഉണ്ടായിരുന്നടാ, സൈസ് കാണുമ്പോഴേ മൃഗങ്ങൾക്ക് പേടിയായിരുന്നു. അവിടെ ഒരു പുലി ഉണ്ടായിരുന്നടാ, കൊച്ചു മൃഗങ്ങളൊക്കെ കടിക്കുന്ന ഒരു പുലി. അവിടെ ഒരു കുറുക്കനുണ്ടായിരുന്നു എന്ന് പറയും. കുട്ടി ഈ കഥ വീട്ടിലേക്ക് മാറ്റും. കാട് ഭരിക്കുന്ന സിംഹം വീട് ഭരിക്കുന്ന അച്ഛനാണ്. ചില വീട്ടിൽ അമ്മയും ഭരിക്കുകയും അത് വേറെ കാര്യമെങ്കിലും ഭൂരിപക്ഷം വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. വീട് ഭരിക്കുന്ന അച്ഛനാണ് ഈ സിംഹം. കാടിനെ തന്നെ സൈസ് കൊണ്ട് വരട്ടുന്ന ആന, അതാണ് അടുക്കളയിൽ ഉണ്ടാക്കുന്നതിൻ്റെ 25% അടിച്ചിട്ട് വട്ടക്കുറ്റിയിലിരിക്കുന്ന അമ്മയാണ് ഈ ആനയെന്ന് പറയുന്നത്. കൊച്ചു പിള്ളേരുടെയൊക്കെ തലയ്ക്ക് ചോർന്ന ചേട്ടനാണ് ഈ പുലി. കുട്ടി പറയും ഞാനാണ് ഈ കുറുക്കൻ, ഏറ്റവും സൈസ് കുറവ് ഞാനാണ്. പക്ഷേ ഈ പഞ്ചതന്ത്ര രഹസ്യം എന്താണെന്നറിയാമോ, ഈ കുറുക്കനാണ് ഈ സിംഹത്തെ കൊണ്ടുവന്ന് കിണറ്റിച്ചാടിച്ചത്, ഈ കുറുക്കനാണ് ഈ ആനയെ കൊണ്ടുവന്ന് കുളത്തിൽ ചാടിച്ചത്, ഈ കുറുക്കനാണ് പുലിയുടെ വാല് മുറിച്ച് വിട്ടത്. കുട്ടിക്ക് മനസ്സിലാവുന്നതെന്നറിയാമോ, സുമോ ഗുസ്തിക്കാനായിട്ടൊരു കാര്യമില്ല, മൂള വേണം, ബുദ്ധി വേണം. കുട്ടി ബുദ്ധിമാനായൊരു കുട്ടിയായി വളരാൻ ശ്രമിക്കും. എങ്കിലേ ഈ വലിയ വീരന്മാരെയൊക്കെ ഒരു കാലത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്ന് കുട്ടിക്ക് മനസ്സിലാവും. അതാണ് ഈ പഞ്ചതന്ത്ര കഥയുടെ രസം എന്ന് പറയുന്നത്. ആറാമതായിട്ട് കുട്ടിക്ക് മുത്തശ്ശി ചില സാന്മാർക്ക് കഥ പറഞ്ഞു കൊടുക്കും. തള്ളയാട് കുഞ്ഞാടിനോട് പറഞ്ഞു മോനെ ഇറങ്ങിപ്പോരെന്ന്. കുഞ്ഞാടങ്ങ് ഇറങ്ങിപ്പോയി മോനെ, ഒരു പുലി ഒരു ചെന്നായി വന്നങ്ങ് പിടിച്ച് തിന്നു മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഒരു കരച്ചിലൂടെ പാസ്സാക്കും. ഇതോടെ കുട്ടിക്ക് മനസ്സിലാവും അപ്പനും അമ്മയും പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ചെന്നായ്ക്കളെ പിടിച്ചതിന് അപകടമാണ്. അപ്പനെ അമ്മ അനുസരിക്കണമെന്ന് ഈ മുത്തശ്ശിയുടെ കഥയെന്നാണ് കുട്ടി പഠിക്കുന്നത്. ഏഴാമതായിട്ട് കുട്ടി പകൽ മുഴുവൻ കിടന്ന് ഓടും. അപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശിയും പുറകെ ഓടും. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ മസിൽ വേസ്റ്റിംഗ് ഉണ്ടായിരിക്കാൻ വേണ്ടി എക്സസൈസ് വേണം. സ്റ്റേഡിയത്തിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? പകരം ദൈവം പഠിപ്പിച്ചൊരു പണിയാണ് കൊച്ചുമക്കളുടെ പുറകെ ഇങ്ങനെ ഓടുക. അപ്പോൾ ഈ എക്സസൈസ് ഉണ്ടാകും, മസിൽ വേസ്റ്റിംഗ് കുറയും, കുറച്ചുകൂടി ആയുസ് കിട്ടും. കുട്ടി വലിഞ്ഞ് ഈ ജനലിൻ്റെ കമ്പി പിടിച്ച് കയറാൻ തുടങ്ങും. മുത്തശ്ശി പിടിച്ചോണ്ടിരിക്കും കുഞ്ഞ് വീഴാതിരിക്കാൻ. അപ്പോൾ മുത്തശ്ശിയുടെ കൈക്കും തോളിനും ബലം വരുന്ന ഈ കുഞ്ഞിനെ പിടിക്കുന്നതിനകത്തുനിന്നാണ്. അങ്ങനെ 6 മണിയാകുമ്പോൾ കുഞ്ഞിന് ഉറക്കാൻ വരുന്നു. കുഞ്ഞങ്ങ് ഉറങ്ങാൻ പോയി. മരുമോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഈ കുഞ്ഞുണൊന്നും ആഹാരം കൊടുക്കണ്ടേ. മരുമോൾ ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. മരുമോൾ വന്ന് അമ്മായിമ്മയോട് പറയും, അമ്മച്ചി ഭയങ്കര ക്ഷീണം അമ്മച്ചി, നാളെ എനിക്ക് രാവിലെ ഓഫീസിൽ പോകണം. ഈ കുഞ്ഞുണരുമ്പോൾ കുഞ്ഞിന് ആഹാരം കൊടുക്കണേ. മുത്തശ്ശിക്ക് ഇതിപ്പരം സന്തോഷമുണ്ടോ? കൊച്ചുമുക്ക് ചോറ് വാരി കൊടുക്കുന്നതിനേക്കാൾ നീ ഉറങ്ങിക്കാൻ മോളെ ഞങ്ങളായിട്ടെന്ന് പറയും. അപ്പോൾ ഈ കുഞ്ഞുണരുന്നത് വരെ വല്യപ്പനും വല്യമ്മയോട് ഇങ്ങനെ വർത്താനം പോയിക്കൊണ്ടിരിക്കുകയാണ്. 60 വയസ്സ് കഴിയുമ്പോൾ BP ഡെവലപ്പ് ചെയ്യും. വല്യപ്പനും വല്യമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റിയല്ല, ശരിക്കും ഉറക്കം വരികയില്ല. അപ്പോൾ ആ മുത്തച്ഛൻ പറയും, നമ്മുടെ ആ മൂത്ത മോൻ പോയി 10 ഗണ്ടയ്ക്ക് അടുത്തൊരു വസ്തു വാങ്ങിച്ചു. ശുദ്ധ മണ്ടൻ. 5 കൊല്ലം കഴിയുമ്പോൾ വസ്തുവിൻ്റെ വില ഇരട്ടിക്കണ്ടേ, അല്ലാത്ത സ്ഥലത്ത് വസ്തു വാങ്ങിക്കാമോ മണ്ടച്ചാര്, എന്ത് പണിയാവാൻ കാണിച്ചായിരുന്നു. വല്യമ്മച്ചി തുടങ്ങും, നമ്മുടെ 2ാമത്തെ മോള് 12 കോളേജ് പഠിക്കാൻ പോയി, ഒരു അലവലാതിയെ പ്രേമിച്ച് അവളുടെ കഷ്ടകാലമായിപ്പോയി. പ്രേമിക്കുമ്പോൾ ഒരു നല്ല ചെറുക്കനെ പ്രേമിക്കണ്ടേ, എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്ന്. കുട്ടി ഇതൊക്കെ ഉണർന്ന് കേട്ടോണ്ട് കിടക്കുകയാണ്. കുറച്ച് 9 മണിയാകുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ മുത്തശ്ശി ഓടി ഒന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കഥയൊക്കെ പറഞ്ഞ് ചോറൊക്കെ ഉരുട്ടി
വായിലോട്ട് വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉമ്മയും കൂടെ കൊടുക്കും. 3 വയസ്സാകുമ്പോൾ കലയെടുത്ത് അമ്മച്ചി തന്നൊരു ഉമ്മ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, പോയിട്ടില്ല. അപ്പോൾ മുത്തശ്ശി ഉമ്മ കൊടുത്തോണ്ട് ചോറ് തരും. അതിനേക്കാളും ഒരു സന്തോഷം ഭൂമി വേറെ ഇല്ല. കുട്ടി കുറച്ച് കാലം കഴിഞ്ഞ് വളർന്ന് ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് പുറപ്പെടും. അപ്പം അവൻ ഓർക്കും, ചേടാ പണ്ട് വല്യപ്പം പറഞ്ഞുകൊണ്ടല്ലോ, നല്ല വസ്തുവിന് വില ഇരട്ടിക്കുന്ന സ്ഥലത്തെ വസ്തു വാങ്ങിക്കാവോ. അവൻ കറക്റ്റ് സ്ഥലത്ത് വസ്തു വാങ്ങിക്കും. 5 കിലോണിൻ്റെ വില ഇരട്ടിക്കുകയും ചെയ്യും. ആ പെങ്കൊച്ച് പത്തനംതിട്ട കോളേജിൽ പഠിക്കാൻ പോകും. അപ്പോൾ ഒരുത്തൻ പ്രേമലേഖനം കൊണ്ടുവരും. പ്രേമലേഖനം കൈ കിട്ടുമ്പോൾ അവൾ ഓർക്കും, അലവലാതിയെ പ്രേമിക്കാൻ പാടില്ല, പണ്ട് മാമയ്ക്ക് പറ്റിയ അവളെല്ലാവരുടെയും ഇന്ന് പ്രേമലേഖനമൊക്കെ വായിക്കും. പ്രേമലേഖനം തന്ന അപ്പൻ ആരാണ്, അമ്മ ആരാണ്, അവർക്ക് സ്വത്തത്രാണ്, ഇവൻ പഠിക്കാൻ മിടുക്കനാണ്, എല്ലാ റിസർച്ചും കഴിഞ്ഞ് തന്ന പ്രേമലേഖനത്തിൽ വെച്ച് പുളിങ്കമ്പ് ആരാണ് അവളെ മാത്രമേ അവൾ പ്രേമിക്കുള്ളൂ. ഒരലവലതി അവൾ പ്രേമിക്കുകയില്ല. കാര്യം വലിയ ചെറുപ്പത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ട് ഈ അബദ്ധം പറ്റരുതെന്ന്. അങ്ങനെ പിൽക്കാലത്തുള്ള ജീവിതം വളരെ സ്പഷ്ടമായിട്ട് കിട്ടും. 8ാമതായി മുത്തച്ഛൻ റോഡിൽ നടക്കാൻ പോകുമ്പോൾ കൊച്ചുമക്കൾ പറയും, മുത്തപ്പ ഞാനും വരുമെന്ന് പറയും. കുഞ്ഞിനെ കൈകൂടിച്ച് മുത്തപ്പൻ റോഡിലോട്ട് ഇറക്കും. ഒരു വളവ് കഴിയുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നോക്കും, അപ്പനും അമ്മയും കാണുന്നുണ്ടോന്ന്. ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുഞ്ഞൊരു വേല ഇറക്കും. മുത്തപ്പ എൻ്റെ കാല് വേല എടുക്കുന്ന മുത്തപ്പ എന്ന് പറയും. മുത്തപ്പൻ കുഞ്ഞിനെ എടുത്ത് തോളെ വെക്കും. തോളെ വെച്ചോണ്ടിങ്ങനെ അവൻ അങ്ങനെ പോകുമ്പോഴായിരിക്കും നാട്ടിലൊരാൾ വരുന്നത്. മത്തായിച്ചന് 65 വയസ്സായി. മത്തായിച്ച എവിടെ പോകുന്നു, നമസ്കാരം. കുഞ്ഞ് തോളിലിരുന്നുകൊണ്ട് സല്യൂട്ടങ്ങ് പിടിക്കും. അങ്ങനെ മുത്തപ്പൻ്റെ തോളിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടികൾ പിൽക്കാലത്ത് വലിയ മനുഷ്യരായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്ന പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ഐ റിമെമ്പർ വെരി ഫ്യൂ മൊമെൻറ്റ്സ് വെൻ ഐ വാസ് നോട്ട് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റുവിന് ഒരു ആൺകുട്ടിയും 2 പെൺപിള്ളേരുമാണ്. ആൺകുട്ടിക്ക് ആകെ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഇന്ദിരാഗാന്ധിയും പൊക്കി തോളെ വെച്ചുകൊണ്ട് കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കോടതിയിൽ പോകുമ്പോൾ ഒരു ചെറിയ കസര ഇന്ദിരാഗാന്ധിക്ക് ഉണ്ട് അത് അവിടെ ഇരിക്കാൻ. ഈ കോടതിയിലെ വാദങ്ങളൊക്കെ കേട്ടോണ്ട് ഇന്ദിരാഗാന്ധിക്ക് ആ ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റൈൽ ഓഫ് ഓറട്ടറി കിട്ടിയത്. അപ്പം അങ്ങനെ മുത്തച്ഛൻ്റെ തോളയിൽ ഇങ്ങനെ കയറി നടക്കുന്ന കുട്ടികൾ വലിയ മഹാന്മാരായി തീരും. അതുകൊണ്ട് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ബെഡ്റൂമിൽ കിടന്ന് അവരെ കെട്ടിപ്പിച്ച് കഥയൊക്കെ പറഞ്ഞ് ഏത് കൊച്ചുമക്കൾക്ക് വളരാൻ ഭാഗ്യം ലഭിക്കുന്നുവോ ആ കുട്ടി ലോകം പിടിച്ചിറക്കിയ കുട്ടിയായി മാറും. ഇനി അങ്ങനെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ വളരുന്ന കുട്ടികൾ ഉള്ള വീടുകളിൽ മെഡിക്കൽ ബില്ല് വളരെ കുറവായിരിക്കും. കുട്ടികളുടെ ശരീരത്തിൽ പ്രോട്ടോപ്ലാസം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ എക്സസ് ഹോർമോണും എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യും. കുട്ടിയുടെ ശരീരം പെട്ടെന്ന് ചൂടാകും പ്രോട്ടോപ്ലാസം കാരണം. അങ്ങനെ അത് പർജ് ചെയ്ത് കളയാൻ വേണ്ടി കുട്ടിക്ക് പനി വരും. കുട്ടിക്ക് പനി വന്ന് മൂക്കളയും കഫമൊക്കെ ആയിട്ടത് അത് പുറത്തു പോകും. പിന്നെ കുട്ടിയുടെ ശരീരം നല്ല ചൂടാണ്, പനി വന്നിട്ട് വേർക്കുമ്പോഴാണ് തണുക്കുന്നത്. അപ്പോൾ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുവരുന്നു ഈ രോഗങ്ങൾ കാരണം. മുത്തശ്ശിയെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുവരുന്നു. വാർദ്ധക്യ സഹജമായ രോഗമാണ്. ഹോർമോണും എൻസൈമും കുറയുന്നു. അപ്പോൾ അവർക്ക് വാർദ്ധക്യ സഹജമായ രോഗം വരും. അവരുടെ ശരീരം അങ്ങ് തണുക്കും. തണുത്ത് കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് വേണം പിന്നെയും ചൂടാക്കാൻ. അങ്ങനെ കുട്ടിയെ മുത്തച്ഛനെ ശുശ്രൂഷിക്കാനും കൊച്ചുമക്കളെ ശുശ്രൂഷിക്കാനും വീടിൻ്റെ മെഡിക്കൽ ബില്ല് കൂടും. പക്ഷേ കുട്ടികൾ മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ചെന്ന് തുടങ്ങിയാൽ 2 മെഡിക്കൽ ബില്ലും താപ്പോട്ട് വരും. കാരണം ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള എക്സസ് ഹോർമോണും എൻസൈമും ഈ മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ചിറങ്ങുമ്പോൾ അവരുടെ ശരീരത്തിലോട്ടങ്ങ് സംക്രമിക്കും. കുട്ടിയുടെ ശരീരത്തിലുള്ള എക്സസ് ചൂട് മുത്തച്ഛൻ്റെ ശരീരത്തിലോട്ട് അങ്ങ് സംക്രമിക്കും. അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വന്ന് ആശുപത്രി കൊണ്ടുവന്ന് മെഡിക്കൽ ബില്ലില്ല. മുത്തശ്ശി ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഹോർമോണും എൻസൈമും ചൂടുള്ളതുകൊണ്ട് അവർക്ക് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് അവരെ എപ്പോഴും ആശുപത്രി കൊണ്ടുപോകുന്ന പ്രശ്നവുമില്ല. പിന്നെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പനിയും അസുഖങ്ങളും വരും. മുത്തശ്ശനും മുത്തശ്ശിക്കും പലതവണ പനി വന്ന് പലതവണ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് അവരുടെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തിയുണ്ട്. കൊച്ചുമക്കൾ മുത്തശ്ശിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ മുത്തശ്ശിയുടെ ശരീരത്തിൽ നിന്ന് രോഗപ്രതിരോധ ശക്തിയുടെ ഓട്ടോ ഇമ്മ്യൂൺ പവർ കുഞ്ഞിലേക്ക് സംക്രമിക്കും. കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി വളരെ പെട്ടെന്ന് വരും. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെയും മെഡിക്കൽ ബില്ല് കുറയ്ക്കാനും വാർദ്ധക്യത്തിലുള്ളവരുടെയും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനും വളരെ നല്ലതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 3 വയസ്സ് 8 വയസ്സ് വരെ മുത്തശ്ശിയുടെയും കൂടെ കൊച്ചുമക്കൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി കഥകൾ കേട്ട് മുത്തശ്ശി ഇടക്കിടക്കൊന്ന് ഓടിപ്പിച്ച് കൊച്ചുമക്കളെ അവർക്ക് എക്സസൈസും കൊടുത്ത് നന്നായി വരികയാണ്. ശാസ്ത്രം പറയുന്നു, കൊച്ചുമക്കളെ കൂടെ കിടത്തി വളർത്തുന്ന മുത്തശ്ശനും മുത്തശ്ശിയും 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശനും മുത്തശ്ശി ഒരു 75 വയസ്സ് കഴിഞ്ഞേ മരിക്കുകയുള്ളൂ എന്നാണ്. 10 വയസ്സെങ്കിലും ആയുസ് കൂടും. ഇന്നാൾ ഞാനൊരു സ്കൂളിൽ പോയി അബദ്ധത്തിന് ഇതങ്ങ് പ്രസംഗിച്ചു പോയി. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത പള്ളി ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. അപ്പോൾ ഒരു മുത്തശ്ശി ഓടി വന്നു, പൊന്നു സാറാ സ്കൂളിൽ പോയി പ്രസംഗിച്ചു,
കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചോണെങ്കിൽ മുത്തശ്ശി 10 കൊല്ലം കൂടെ ജീവിക്കുമെന്ന്. എൻ്റെ മരുമോളർ വീട്ടിൽ വന്ന് എടുക്കടാ എൻ്റെ കുഞ്ഞിനെ, അങ്ങനെ അമ്മായിമ്മ സൂഹിക്കണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. സാറേ ഒന്ന് തിരിച്ചു തരാൻ പറഞ്ഞേ സാറേന്ന്. ഇവിടെ ഇത്രയും വിവരം കെട്ട മരുമക്കൾ ഈ ഭൂമിയിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കാൻ പറ്റുമോ? അവർക്ക് നല്ല കാര്യത്തിനെ പറഞ്ഞു കൊടുത്തത്. അവരുടെ മക്കൾ വലിയ നിലയിലെത്താനും കുട്ടികളുടെ ചികിത്സയ്ക്കും അമ്മായിപ്പനും അമ്മായിമ്മ ചികിത്സയ്ക്കും കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ വാരിക്കാനുള്ള പണിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. മരുമകൾക്ക് മനസ്സിലായത് അമ്മായിമ്മ 10 കൊല്ലം കൊണ്ട് ജീവിച്ചിരിക്കുന്നു. ഇത്ര വിവരം കെട്ട മരുമക്കൾ ആരോട് ഇല്ലെന്ന് വിചാരിച്ച് ഞാൻ അവധി പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഈ പണി കാണിച്ച് കളയരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോൾ മുത്തശ്ശനും കൂടെ വളരുകയും കഥ കേൾക്കുകയും ചെയ്യുന്ന കുട്ടികൾ ലോകചരിത്രത്തിൽ മഹാന്മാരായി തീരും. തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കടമറ്റ ദേശത്ത് ഇത് സാധ്യതപ്രായമാണ്. രണ്ടാമതായി 3 വയസ്സ് വരെ ഈശ്വരവിശ്വാസമെന്നോ ദൈവമൊന്നും പറഞ്ഞാൽ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ കുട്ടിക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ദൈവവും പ്രാർത്ഥനയും തലച്ചോറിൻ്റെ സെറിബ്രം കൊണ്ട് മനസ്സിലാക്കുന്നതല്ല. ഈ ചെറുപ്പത്തിന് താഴെയുള്ള സെറിബെല്ലം എന്ന് പറഞ്ഞ ഭാഗത്താണ് ഹിന്ദുക്കൾ പറയുന്ന രാജയോഗം, ശാസ്ത്രം പറയുന്ന ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയുടെ അന്തരീക്ഷവും കിട്ടുക. കാരണം ഈ 3 വയസ്സ് കഴിയുമ്പോഴേക്കും 100 ഗ്രാമുള്ള സെറിബെല്ലം പാരാസെറിബെല്ലം എന്ന് പറഞ്ഞാൽ വലത് ഭാഗം വളർന്നു കയറും. 8 വയസ്സാകുമ്പോഴേക്കും അത് 200 ഗ്രാം ആവും. ഈ 3 വയസ്സ് വരെ 8 വയസ്സ് വരെ പാരാസെറിബെല്ലം വളരുന്ന പ്രായത്തിൽ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും കൊടുത്താൽ മരണം വരെ ആ കുട്ടി ഈശ്വരനെ വിട്ട് കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ പാരാസെറിബെല്ലം വളരുന്ന പ്രായത്തിൽ വിശ്വാസം കുട്ടിയുടെ തലച്ചോറിൽ കൊടുത്താൽ, ശാസ്ത്രം പറയുന്നു 3 വയസ്സ് വരെ 8 വയസ്സ് വരെ മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടികൾ കൊടുക്കുന്ന വലിയ കോൺട്രിബ്യൂഷൻ ഒന്നാണ് ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും. നമ്മുടെയൊക്കെ വല്യമ്മച്ചവരെ പ്രാർത്ഥിക്കുമ്പം നമ്മളെ എടുത്ത് മടി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 3 വയസ്സുള്ളപ്പോൾ വല്യമ്മച്ചയുടെ മടിയിലിരുന്നാണ് ഈ പ്രാർത്ഥനകൾ പലതും പഠിച്ചത്. ഞാൻ 3 വയസ്സ് കഴിഞ്ഞപ്പം കലയോടത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ കൂടെ പോകും. എൻ്റെ അമ്മയുടെ അപ്പൻ ഒരു 6 അടി 3 ഇഞ്ച് പൊക്കമുള്ള ഒരാളാണ്. അദ്ദേഹം പള്ളിയിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് കുർബാന തീരാറാകുമ്പോൾ ഈ കാസായം പീലസായം കൊണ്ട് അച്ഛനിങ്ങനെ തിരിഞ്ഞ് വരുമ്പം എൻ്റെ മുത്തച്ഛൻ എന്നെ എടുത്തങ്ങ് പൊക്കും. ഞാനൊരു 7 അടി പൊക്കമാണ്, അയാളുടെ അച്ഛൻ്റെ ലെവലിൽ വരും ഞാൻ. എന്നിട്ട് വല്യപ്പച്ചനോട് പറയും, മോനെ ഇതോണ്ട് ദൈവം ഇറങ്ങി വരുന്നടോ, അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിലിരിക്കില്ലേ അവിടെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറയും. എൻ്റെ കൈ 3.5 വയസ്സായി വിറച്ചു തുടങ്ങിയതാണ്. DGP ആയിട്ട് ഞാൻ പള്ളി കുർബാന കാണാൻ പോകുമ്പോഴും അച്ഛൻ ഈ കാസായം വിലസാൻ കൊണ്ട് തിരിഞ്ഞു വരുമ്പോൾ അറിയാതെ എൻ്റെ കൈ വിറയ്ക്കുക. DGP എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നു എന്ന് 3.5 വയസ്സുള്ള തലച്ചോറിൽ പതിഞ്ഞൊരു വിശ്വാസമാണ്. അത് മരണം വരെ പോവുകയില്ല. അതുകൊണ്ട് 3 വയസ്സ് തൊട്ട് ഒരു 8.5 വയസ്സ് വരെ കുട്ടിക്ക് ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശിയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഘടകം. മുത്തശ്ശി പറഞ്ഞു കൊടുത്താൽ കുട്ടി മരണം വരെ വിശ്വാസവും പ്രാർത്ഥനയുള്ള കുട്ടിയായിരിക്കും. അങ്ങനെ കുട്ടിയുടെ കോഗ്നിറ്റീവ് പവേഴ്സ് വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം എലിസബത്ത് ഹെർലോക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 12 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ പ്രായമാണ് ടീൻസ്. 13, 14, 15, 16, 17, 18, 19 ഈ 6 വർഷമാണ് മനുഷ്യൻ നശിക്കാനുള്ള എല്ലാ പരിപാടികളും പഠിക്കുന്നത്. പുകവലിക്കാൻ പഠിക്കും, കള്ളു കുടിക്കാൻ പഠിക്കും, കഞ്ചാവ് അടിക്കാൻ പഠിക്കും, പ്രേമിക്കാൻ പഠിക്കും, പിന്നെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി വീഴും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് 2 കണ്ണ് പോരാ, 4 കണ്ണുകൊണ്ട് കുട്ടികളെ വളഞ്ഞ് പിടിച്ചെങ്കിലേ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടിയെ തടയാൻ പറ്റൂ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. വഷളത്വത്തെ പറ്റി പ്രസംഗത്തിൽ പറയുന്നില്ല, കാര്യം കേട്ടോണ്ടെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ആദ്യം പഠിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ പറയാത്തത്. പക്ഷേ മാതാപിതാക്കൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. 19 വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടിയുടെ പ്രധാനപ്പെട്ട ചില സ്റ്റേജ് വരികയാണ്. കുട്ടി ജീവിതത്തിൽ വലിയൊരാളായി തീരണമെങ്കിൽ കുട്ടിക്ക് കുട്ടിയുടേതായ ഫാക്കൽറ്റീസ് വളരണം. അതിലേറ്റവും ആദ്യത്തേതാണ് ഓർമ്മശക്തി. നമ്മുടെ കുട്ടി ഒരു ഡോക്ടർ ആവണമെങ്കിൽ കുട്ടി നീറ്റ് പരീക്ഷയ്ക്ക് പോകും. ഒരു ചോദ്യം 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. ആ ചോദ്യം വായിക്കാനൊരു 35 സെക്കൻഡ് പോകും. കറക്റ്റ് ആ റെക്ടാങ്കുലർ കോളം കറപ്പിക്കണമെങ്കിൽ 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. ആ 15 സെക്കൻഡ് കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഡോക്ടർ ആവാനൊക്കെയില്ല. എല്ലാ പരീക്ഷയ്ക്കും ഫസ്റ്റ് റാങ്ക് കിട്ടും, എല്ലാത്തിനും A+ കിട്ടും, ഒരു കാര്യമില്ല, നീറ്റ് പരീക്ഷ പാസ്സാവില്ല. IITക്ക് പോകണമെങ്കിൽ JEE പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യം 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. ഒരു IAS ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി പരീക്ഷയ്ക്ക് പോയാൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് 100 ചോദ്യം 120 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ഏതാണ്ട് 65 സെക്കൻഡ് കിട്ടും.
അതിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ 40 സെക്കൻഡ് പോകും, 10 സെക്കൻഡ് കറപ്പിക്കാൻ പോകും, ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. ഈ 15 സെക്കൻഡ് കൊണ്ട് ഒരു ചോദ്യം തലച്ചോറിൽ ഉത്തരം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും IAS ഉദ്യോഗസ്ഥനാകാൻ പറ്റിയില്ല. ഹി മേ ബി എൻ എൻസൈക്ലോപീഡിയ ബട്ട് ഹി വിൽ നോട്ട് പാസ് ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അപ്പോൾ ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണം. അതിന് 12ഓളം ടെക്നിക്കുകളുണ്ട്. എന്നെക്കൊണ്ട് DC ബുക്ക് എഴുതിയൊരു പുസ്തകമുണ്ട്, മറക്കാതിരിക്കാൻ ബുദ്ധിയുള്ളവരാകാൻ. അതിനകത്ത് 12 ടെക്നിക്ക് പറയുന്നുണ്ട്. എത്ര ടെക്നിക്ക് കുട്ടിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും കുട്ടിയുടെ ഓർമ്മശക്തി കൂടും. രണ്ടാമതായി കുട്ടിയുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണം. ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, കാര്യകാരണ സഹിതം മനസ്സിലാക്കി, റീസണിങ് പവർ കൊണ്ട് മനസ്സിലാക്കി, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിൽ യുക്തമായ ഒരു പരിഹാര മാർഗം കണ്ടെത്തുകയാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ഡിസിഷൻ ഈസ് ചൂസിങ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ പ്രോബ്ലം മനസ്സിലാക്കണം, ഓൾട്ടർനേറ്റീവ്സ് മനസ്സിലാക്കണം, കറക്റ്റ് സൊല്യൂഷൻ പിക്കപ്പ് ചെയ്യണം. ഇതാണ് ബുദ്ധിശക്തി. അത് വർദ്ധിപ്പിക്കാവുന്ന മാർഗ്ഗങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് പഠിക്കണം. മൂന്നാമതായിട്ട് കുട്ടി ലേഖനം എഴുതാൻ പഠിക്കണം. +2 പഠിക്കുന്നത് വരെ ഓപ്റ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയ കമ്പ്യൂട്ടറിനെ പറ്റിച്ചൊക്കെ മാർക്ക് കിട്ടും. പക്ഷേ ഡിഗ്രി കയറി കഴിഞ്ഞാൽ അനോട്ടേറ്റ് ചെയ്തേ പറ്റൂ. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ പോയാൽ അനാലിസിസ് ചെയ്തേ പറ്റൂ. MPhil എടുക്കാൻ പോയാൽ 150 പേജുള്ളൊരു തീസ് എഴുതിയേ പറ്റൂ. PhD എടുക്കാൻ പോയാൽ 500 പേജുള്ളൊരു തീസ് എഴുതിയേ പറ്റുള്ളൂ, അല്ലാതെ പറ്റിയല്ല. അപ്പോൾ ലേഖനം എഴുതാൻ കഴിവില്ലെങ്കിൽ ആ കുട്ടി എങ്ങും എത്തിച്ചേരുകയില്ല. ആ ലേഖനം എഴുതാനുള്ള കഴിവ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധമായ ദി SI ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ വായിച്ച് കുട്ടിയെ കഴിവ് തേടണം. നാലാമത്തത് പരീക്ഷ എഴുതാനുള്ള ടെക്നിക്കുകളാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന എപ്പോഴും അറിവിന് മാത്രമല്ല, ഒരുപാട് ഞുണുക്ക് വേലകളുണ്ട് ഈ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ. 12 ടെക്നിക്കുകളാണ് പ്രസിദ്ധമായ മാർഗ്ഗങ്ങൾ. ഞാൻ 174 പബ്ലിക് എക്സാമിനേഷൻ പാസ്സായി. 9 എനിക്ക് റാങ്കായിരുന്നു. എനിക്ക് ഈ പരീക്ഷ എഴുതുന്ന ഫുട്ബോൾ കളിക്കുന്ന ഒരു രസമാണ്. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് പലപ്പോഴും കുറച്ച് കാലം കഴിഞ്ഞൊക്കെ ഞാൻ നോക്കത്തുള്ളൂ. ചുമ്മാ പരീക്ഷ എഴുതുക രസം. അപ്പോൾ ഈ 174 പരീക്ഷ പാസ്സാവാൻ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കുകളൊക്കെ ഈ മറക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാകുന്ന പുസ്തകത്തിന് 5-ാം അധ്യായത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകണം. അവിടെ വാച്യാ പരീക്ഷ പാസ്സാവാനുള്ള ടെക്നിക്കുകൾ DC ബുക്ക് എന്നെക്കൊണ്ട് വേറൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, വ്യത്യസ്തരാകാൻ, ഹൗ ടു ഹാവ് എ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഹൗ ടു ഗെറ്റ് മാർക്സ് ഇൻ ഇൻ്റർവ്യൂ. ആ ടെക്നിക്കുകൾ പ്രയോഗിക്കണം. പിന്നെ വലിയ വലിയ പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറയും. ആ പ്രസംഗിക്കാനുള്ള കഴിവ് വേണം. വീണ്ടും DC ബുക്ക് എന്നെക്കൊണ്ട് പുസ്തകം വെച്ചിട്ടുണ്ട്, എങ്ങനെ പ്രസംഗിക്കണം, അതൊക്കെ പഠിച്ച് ടെക്നിക്കൽ. ഈ 5-6 കഴിവുകൾ വളർത്തിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ആ കുട്ടി ഒരു 15 വയസ്സാവുമ്പോൾ, 10ാം ക്ലാസ്സിൽ ആവുമ്പോൾ ആദ്യമായി നിങ്ങൾ കുട്ടിക്ക് ഒരു ടെസ്റ്റിനെ വിധേയമാക്കണം. ഭൂമിയിലൊരു കുട്ടിയെ ദൈവം സൃഷ്ടിക്കുമ്പോൾ 3 രംഗങ്ങൾ വിജയിക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മുടെയും ചെറുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മാർഗ്ഗമില്ല. ഇപ്പോൾ ഒരു 15 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രം കണ്ടുപിടിച്ചു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, PAT. നമ്മുടെ കുട്ടി കമ്പ്യൂട്ടറിൽ പോയിരുന്ന് സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയനാണ്. 2.5 മണിക്കൂർ കമ്പ്യൂട്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ കമ്പ്യൂട്ടർ പെട്ടെന്ന് ടൈപ്പ് ചെയ്യും. താഴെ ഈ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് താഴെ പറയുന്ന മേഖലയിൽ വിജയിക്കാൻ കഴിവുണ്ട്. ആ കഴിവ് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം, കുട്ടി അറിഞ്ഞിരിക്കണം, സ്കൂളിലെ ടീച്ചേഴ്സിനെ അറിയിച്ചേക്കണം. കുട്ടിക്ക് കഴിവുള്ള ഇന്ന മേഖലകളിലാണ്. ആ മേഖലകളിലോട്ട് കുട്ടിയുടെ കഴിവ് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയിരിക്കണം. ഷേക്സ്പിയർ പറയുന്ന പോലെ, ഇൻ എവരി വൺസ് ലൈഫ് ദർ ഇസ് എ ടൈം ടേക്കൺ വിത്ത് ഇറ്റ്സ് ടൈഡ് ഇറ്റ് വിൽ ലീഡ് ടു ഗ്രേറ്റ് ഫോർച്യൂൺ. കുട്ടിയുടെ കഴിവ് കുട്ടിയെ അറിയിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയേണ്ടത് എങ്ങനെയെന്ന് കുട്ടി അറിഞ്ഞിരിക്കണം. അപ്പനും അമ്മയും കുട്ടിക്ക് ആകെ 2 വാക്കേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ, ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. ബാക്കിയൊന്നും ഭൂമിയിലുള്ളതായിട്ട് കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്ത ഉപരിപഠനം, മലയാളം പബ്ലിഷ് ചെയ്ത ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മാധ്യമപത്രം പബ്ലിഷ് ചെയ്ത വിദ്യ, ഇനി ദീപിക പത്രം പബ്ലിഷ് ചെയ്തതാണ് ഏറ്റവും ബൃഹത്തായ പുസ്തകം ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. 1000 പേജുള്ളൊരു പുസ്തകമാണ്. അത് മാതാപിതാക്കളെ കുട്ടി ഒന്ന് വായിച്ചിട്ട് കുട്ടിക്ക് ജീവിതത്തിൽ ഒരു 3 സീറോയിഡ് ചെയ്യണം. ചില മേഖലകൾ പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഫുഡ് ടെക്നോളജി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഫാഷൻ ടെക്നോളജി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. അങ്ങനെ നാച്ചുറൽ ഗ്യാസ് ടെക്നോളജി പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ജോലി ഉറപ്പുള്ള ചില മേഖലയാണ്. ചില ജോലികൾക്ക് മുടിഞ്ഞ ശമ്പളമാണ്. കടലിൽ പോയി റിഗ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്താൽ 10 ലക്ഷം രൂപ കിട്ടും ഒരു മാസം. 3 മാസം ജോലി ചെയ്താൽ 4-ാം മാസം ശമ്പളത്തോടുകൂടി വീട്ടിൽ പോയിരിക്കാം. എനിക്ക് 10 ലക്ഷം പോയിട്ട് 10 കോടി തരാമെന്ന് എന്നെ കൊണ്ട് പറ്റിയില്ല. ദിവസം ഒരു 10-200 പേരെ കാണാതെ കടലിന് നടുക്ക് പോയി റിഗ് ഓപ്പറേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റിയില്ല, ഇമ്പോസിബിൾ. പക്ഷെ കഴിവുള്ളവർക്കുണ്ട്, ഇഷ്ടം പോലെ ശമ്പളം കിട്ടും, ജോലി ചെയ്യാൻ പറ്റും.
കുട്ടിയുടെ കഴിവനുസരിച്ച് ഒരു 3 മേഖല സീറോയിൻ ചെയ്യണം. കുട്ടിയുടെ ടീച്ചേഴ്സിനോട് പറയണം, ഈ 3 മേഖലകളിൽ ഒന്നാണ് കുട്ടിക്ക് ആഗ്രഹം. ആ ടീച്ചേഴ്സ് അഭിരുചികൾ വളർത്തി കുട്ടിയെ ആ നിലയിലേക്ക് തിരിച്ചുവിടും. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് എടുക്കണമെന്നുള്ള തീരുമാനം തെറ്റിയാൽ കുട്ടിയുടെ ജീവിതത്തിൽ 2 കൊല്ലം പോക്കടിച്ച് +2 കഴിഞ്ഞിട്ട് പിന്നെ വഴിതിരിച്ച് വേറൊരു റൂട്ടിലോട്ട് കയറണം. കുട്ടി ഡിഗ്രിക്ക് പോകുമ്പോൾ തെറ്റുപറ്റിയാൽ 3 കൊല്ലം ആ കുട്ടിയുടെ ജീവിതത്തിൽ പാഴാണ്. ആ ഡിഗ്രി എടുത്തിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് വേറൊരു ലൈൻ ഓഫ് സ്റ്റഡിയിലോട്ട് വരണമെങ്കിൽ 3 കൊല്ലം നഷ്ടമാണ്. അപ്പോൾ ഈ കരിയർ ഗൈഡൻസ് കറക്റ്റായി ചെയ്ത് ഒരു 3 മേഖലകൾ സീറോയിൻ ചെയ്ത് അതിലേക്ക് മുന്നേറാൻ 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും കുട്ടിയെ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. മറ്റൊന്ന് സ്കോളർഷിപ്പാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്താകെ 2 സ്കോളർഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ലോൺ സ്കോളർഷിപ്പും മെറിറ്റ് സ്കോളർഷിപ്പും. ഇപ്പം അങ്ങനെയല്ല, 2000 സ്കോളർഷിപ്പാണ്. 30,000 പേർക്കാണ് ഒരാണ്ടിൽ ഇന്ത്യയിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 2ാം ക്ലാസ് തൊട്ട് സ്കോളർഷിപ്പ് തുടങ്ങുകയാണ്. 2ാം ക്ലാസ് ആകുമ്പോൾ 2000 രൂപ സ്കോളർഷിപ്പ്, 5ാം ക്ലാസ് ആകുമ്പോൾ 5000 രൂപ സ്കോളർഷിപ്പ്, 7ാം ക്ലാസ് ആകുമ്പോൾ 7000 രൂപ സ്കോളർഷിപ്പ്, 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് 8000 രൂപ സ്കോളർഷിപ്പ്. MPhil പഠിക്കാൻ പോകുമ്പോൾ ഒരു മാസം 27,500 രൂപ സ്കോളർഷിപ്പ്. PhD പഠിക്കാൻ പോകുമ്പോൾ ഒരു മാസം 35,000 രൂപ സ്കോളർഷിപ്പ്. ഞാൻ PhD എടുത്ത് 1 പൈസ ആരും തന്നിട്ടില്ല. നമ്മുടെ പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ മാസം 35,000 രൂപ ഇങ്ങോട്ട് സ്കോളർഷിപ്പാണ്. കുട്ടി സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും പിന്നെ 5 പൈസയുടെ ചിലവില്ല. കുട്ടി സ്വന്തം കഴിവുകൊണ്ട് പഠിച്ച് അങ്ങോട്ട് കയറുകയാണ്. കുട്ടി പഠിക്കുമ്പോൾ കുട്ടിക്ക് ജീവിതത്തിൻ്റെ ഒരു കലണ്ടർ ഉണ്ടാക്കി കൊടുക്കണം. എന്താണ്? ഇപ്പോൾ ഒരു കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10 വയസ്സ്. കുട്ടി 2027 ആകുമ്പോൾ 10ാം ക്ലാസ്സിൽ വരും. 10ാം ക്ലാസ്സിലെ പരീക്ഷയും അത് കഴിഞ്ഞ് കുട്ടി എഴുതേണ്ട സ്കോളർഷിപ്പ് എക്സാമിനേഷനും 2 എണ്ണവും, അതുകൂടാതെ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ഉൾപ്പെടെ ഒരു 12 പരീക്ഷ കുട്ടി 2027 എഴുതണം. 2029 ആകുമ്പോൾ കുട്ടി +2 വരും. അത് +2ൻ്റെ എല്ലാ പേപ്പറും എഴുതണം. അത് കഴിഞ്ഞ് കുട്ടി ISROയുടെ സയൻറ്റിസ്റ്റ് പരീക്ഷ എഴുതണം. പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ചിലവില്ല. ഇന്ത്യ ഗവൺമെൻറ് ആ കുട്ടിയെ ടേക്ക് ഓവർ ചെയ്യും. പിന്നീട് ഭാവിയിൽ ആ കുട്ടി ഒരു APJ അബ്ദുൽ കലാമായോ ഒരു ടെസി വില്യമായോ തിരിച്ചു വരും. 17 വയസ്സാകുമ്പോൾ 2020 മുതൽ കുട്ടിയെ കൊണ്ട് NDA പരീക്ഷ എഴുതിക്കണം. പാസ്സായാൽ 21 വയസ്സാകുമ്പോൾ IAS IPS ഉദ്യോഗസ്ഥന്മാരെ പോലെ ക്ലാസ് 1 ഓഫീസറായി കുട്ടി ഇറങ്ങി വരും. കുട്ടിയെ കൊണ്ട് കേംബ്രിഡ്ജ് സയൻറ്റിസ്റ്റ് പരീക്ഷ എഴുതിക്കണം. കുട്ടിയെ കൊണ്ട് സയൻസ് ടാലൻറ്റ് എഴുതിപ്പിക്കണം. കുട്ടിയെ കൊണ്ട് ടാലൻറ്റ് സെർച്ച് പരീക്ഷ എഴുതിപ്പിക്കണം. എല്ലാം കൂടെ കുട്ടി ഒരു 15 പരീക്ഷ എഴുതണം 2029. ജീവിതത്തിൽ മഹത്തായ മത്സര പരീക്ഷകൾ 32 വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ. 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു മത്സര പരീക്ഷയും പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ളൊരു കുട്ടി, ഇനി ആ കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതാൻ 22 വർഷമുണ്ട്. 2044 വരെ കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ആ 2044 വരെ എന്തെല്ലാം പരീക്ഷ ഏതെല്ലാം വർഷം എഴുതണം എന്നുള്ള ടൈം ടേബിൾ ഉണ്ടാക്കണം. അതിന് പുസ്തകങ്ങൾ വായിക്കണം, അതിന് ഗ്രൗണ്ട് വർക്ക് തയ്യാറാക്കണം, കമ്പൾസറി റീഡിങ് തയ്യാറാക്കണം. അങ്ങനെ കുട്ടി പ്രോഗ്രസ് ചെയ്യണം. എപ്പോഴാണോ നല്ലൊരു മീൻ കൈ കിട്ടുന്നത് അപ്പം നിർത്തിക്കണം. 21 വയസ്സിൽ IAS കിട്ടിയാൽ പിന്നെ 32 വയസ്സിൽ ബാക്കി പരീക്ഷ എഴുതേണ്ട, പരീക്ഷകളൊക്കെ നിർത്താം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ടാവാൻ കുട്ടിയെ പഠിപ്പിക്കണം. 9ാം ക്ലാസ് ആയപ്പോൾ ഞാനൊരു അംബീഷൻ ഇട്ടു, MA PhD IAS. ഇതാണ് എൻ്റെ അംബീഷൻ. ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി. ഒരമ്മയ്ക്ക് വേറെ ഞാൻ 4 MA എടുത്തു, ഒരു PhDക്ക് വേറെ 2 PhD എടുത്തു, 2 തവണ IAS പരീക്ഷ പാസ്സായി. ഈ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചാലേ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഈ കുട്ടിക്ക് ഈ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 20 വയസ്സ് കഴിയുമ്പം 2 തീരുമാനം എടുക്കണം. ജീവിതത്തിൽ മനുഷ്യന് സന്തോഷം വേണമെങ്കിൽ 2 തീരുമാനമുണ്ടാവണം. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ജോലി, ദ ജോബ് യു ഡു. സന്തോഷം കിട്ടാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ നല്ല സന്തോഷം, ഇല്ലെങ്കിൽ ജീവിതം പോക്ക് തന്നെ. രണ്ടാമത്, സ്പൗസ് യു സെലക്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന ഇണ. ആൺകുട്ടിയാണെങ്കിൽ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, പെൺകുട്ടിയാണെങ്കിൽ ഏത് പുരുഷനെ വിവാഹം കഴിക്കുന്നു. ക്രൂഷ്യൽ ഡിസിഷനാണ്. തെറ്റിപ്പോയെങ്കിൽ അന്ധകാരമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ വിവാഹം കഴിക്കുന്ന പുരുഷനോ സ്ത്രീയോ, ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ബേസിക് ഡിസിഷനാണ്. ഈ 2 തീരുമാനം തെറ്റാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിച്ചോണം. നല്ല ജോലി സെലക്ട് ചെയ്യണം, നല്ല ഇടയെ തിരഞ്ഞെടുക്കണം. അത് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല, മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്നെടുക്കുന്ന ഒരു കളക്റ്റീവ് ഡിസിഷനാണ്. ആ 2 ഡിസിഷൻ സന്തോഷമായിട്ട് ചെയ്ത ജീവിതത്തിലെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ, മധ്യകാലഘട്ട ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കൃത്യമായി ശ്രമിക്കണം.
60 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 60 വയസ്സോടെ നിങ്ങൾ നേടിയതിനേക്കാളും വലിയൊരു നേട്ടം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൊച്ചുമക്കളെ വളർത്താൻ ശ്രദ്ധിച്ചാൽ. അവരുടെ ജീവിതത്തിൽ വലിയ മഹാന്മാരാവും നിങ്ങൾക്ക് ചിലപ്പോൾ ഭൂമിയിലിരുന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസപ്രകാരം സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾ വലിയ നില എത്തുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റു മതങ്ങളെല്ലാം വാർദ്ധക്യം ഒരു ശാപമാണെന്നാണ് പഠിപ്പിച്ചത്. ദേവന്മാരെ ദുർവാസാവ് മഹർഷി ശപിക്കുന്നു, നിങ്ങൾ ജരയും നരയുമുള്ളവരായി പോകട്ടെ. ജരയും നരയും ഒരു വലിയ ശാപമാണ്. ബുദ്ധമതത്തിൽ വാർദ്ധക്യവും രോഗവും ദുഃഖവും കണ്ടിട്ടാണ് ബുദ്ധഭഗവാൻ ബുദ്ധിസത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ശാപമാണ് വാർദ്ധക്യം, ദുഃഖം, മരണം ഒക്കെ. മറ്റു മതങ്ങളിലൊക്കെ ഇത് ശാപമാണ്. പക്ഷേ ക്രിസ്തു മതത്തിന് വാർദ്ധക്യം ഒരു അനുഗ്രഹമാണെന്ന് പറയുന്ന മതമാണ് ക്രിസ്തുമതം എന്ന് പറയുന്നത്. വേദപുസ്തകം കൃത്യമായി പറയുന്നു, നീതിമാനെ ഞാൻ മക്കളുടെ മക്കളെ കാണിക്കും. ഒരാൾ ഭൂമിയിൽ നീതിമാനാണെന്നുള്ളതിൻ്റെ അടയാളം വേദപുസ്തകം പറയുന്നു, മക്കളുടെ മക്കളെ കണ്ടെങ്കിൽ നീതിമാനെ ഞാൻ മക്കളുടെ മക്കളെ കാണിക്കും. ഇനി വാർദ്ധക്യം എന്ന ഭാഗ്യമുണ്ടാവാൻ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നു, ദീർഘായുഷ്മാനാകാൻ വേണ്ടി നിൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. അപ്പനെ അമ്മയും ചീത്ത വിളിച്ചാലുണ്ടല്ലോ 60 വയസ്സിന് മുമ്പ് പോക്ക് കേസാണ്. അപ്പനെ അമ്മയും വയസ്സുകാലത്ത് ശുശ്രൂഷിച്ചാൽ അവരിരുന്ന വർഷത്തേക്കാൾ ഒരു 10 കൊല്ലം കൂടെ നമ്മൾ ദൈവം തമ്പുരാൻ ആയുസ്സ് തരും. സന്തോഷമായ വാർദ്ധക്യം നമുക്ക് കിട്ടും. ദീർഘായുഷ്മാനാകാൻ വേണ്ടി അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഇനി മക്കളെ കാണുമ്പോൾ വേദപുസ്തകം പറയുന്ന പ്രസിദ്ധമായ വാചകമുണ്ട്. എന്താണ്? കൊച്ചുമക്കൾ കിരീടമാണ്. കൊച്ചുമക്കളുടെ സ്ഥാനം ഇവിടെയാണ്. രാജാക്കന്മാരുടെ കിരീടം വെക്കുന്ന സ്ഥലത്താണ് കൊച്ചുമക്കൾ. തലയിൽ വെച്ച് വഷളായി കളയല്ലേ, തലയിൽ ഈ കൊച്ചുമക്കളെ വെച്ച് കൊണ്ടുപോകാനുള്ള ഭാഗ്യം വേദപുസ്തകം തരുന്ന ഭാഗ്യമാണ്. മറ്റൊരു മതത്തിനും വാർദ്ധക്യം ഭാഗ്യമല്ല, ശാപമാണ്. ക്രിസ്തുമതം പറയുന്നു വാർദ്ധക്യം ഒരു അനുഗ്രഹമാണ്. കൊച്ചുമക്കളെ കണ്ടാൽ നിങ്ങൾ നീതിമാനാണെന്ന് ദൈവം നമ്മൾ സർട്ടിഫിക്കറ്റ് തരികയാണ്. നിങ്ങൾ വാർദ്ധക്യം സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ്. ആ അനുഗ്രഹം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ജീവിക്കുന്നവർക്ക് കിട്ടുന്നൊരു അനുഗ്രഹമാണ്. ആ വാർദ്ധക്യം അതുവരെ ഉള്ളതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ചെയ്യാൻ നമുക്ക് അവസരം തരികയാണ്. കൊച്ചുമക്കളെ വളർത്തുക, അവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വാർദ്ധക്യത്തിലെത്തി സപ്തതിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധേയമായി വാർദ്ധക്യം ദുഃഖകരമാകാതിരിക്കാൻ നോക്കിക്കോണം. എങ്ങനെയാണ് ഈ ദുഃഖകരമാകാതിരിക്കാൻ നോക്കുക? ഉള്ള സ്വത്തും എല്ലാം ഭാര്യ മക്കും കൊച്ചും കൊടുത്തേക്കള്. നിങ്ങൾ നാസ്തികനായുണ്ടല്ലോ പോക്ക് തന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം കൃത്യമായി വാർദ്ധക്യത്തുള്ളവർക്ക് നിലയാണ്. സ്വന്തം കൈ സ്വന്തം തലക്കണിയിരിക്കണം. വേദപുസ്തകം പറയുന്നതാണ്, സ്വന്തം കളിക്കണം. സർപ്ലസ് ഉള്ളത് മക്കൾക്ക് കൊടുത്തോ, പക്ഷേ താമസിക്കുന്ന വീടും ജീവിക്കാനുള്ള വകയും ഒരു മക്കൾ കൊച്ചും കൊടുത്തേക്കരുത്. നിങ്ങളുടെ കയ്യിലേ ഉണ്ടാകാവൂ. എങ്കിൽ മാത്രമേ വാർദ്ധക്യം സന്തോഷകരമായി തീരുകയുള്ളൂ. അങ്ങനെ വാർദ്ധക്യം ഒരു 80 വയസ്സ് വരെ എത്തുമ്പോഴേക്കും വേദപുസ്തകം പറഞ്ഞ കാലഘട്ടമായി. മനുഷ്യൻ്റെ ആയുസ് എത്ര? 70, ഏറിയാൽ 80. കർത്താവ് പറഞ്ഞ ആയുസ് എത്രയാണ്? വൈദ്യശാസ്ത്രമൊക്കെ വളർന്നപ്പോൾ ഇപ്പോൾ 90, 100 ഒക്കെ പലരും ഇരിക്കുന്നുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞ കാലാവധി 80ആണ്. ഇന്ത്യയുടെ ശാസ്ത്രപ്രകാരം അശീതി എന്ന് പറയും 80 വയസ്സ്. ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്. ജീവിതം പൂർണ്ണതയിലെത്തി. പിന്നെ ആശകൾ പാടില്ല, അതാണ് അശീതി എന്ന് വിളിക്കുന്നത്. ഉള്ളത് മറ്റുള്ളവർക്കായി എഴുതി വെക്കുക മരണശേഷം. മറ്റേ ചെയ്ത് കളയരുത്, വിലയാധാരം ചെയ്ത് കളയരുത്, മരണശേഷം. പിന്നെ ഇങ്ങോട്ടൊന്നും ആരുടെ നിന്നും പ്രതീക്ഷിക്കരുത്. അതാണ് ഈ ആയുസിൻ്റെ പ്രത്യേകമായ രഹസ്യം എന്ന് പറയുന്നത്. അങ്ങനെ അശീതിയുടെ പ്രായം. എൻ്റെ ഒരു അങ്കിളിന് അശീതിയായി. ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഇങ്ങനെ അശീതിയായി കഴിഞ്ഞാൽ ആളുടെ നിന്നൊന്നും ആശിക്കാൻ പാടില്ല, ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സമയമാണ് എന്ന് പറഞ്ഞു. അങ്കിൾ പറഞ്ഞു, നീ പോയി പള്ളിയിൽ പോയി പറയാൻ പറഞ്ഞു. കാര്യം അങ്കിളിന് ഇച്ചിരി സ്വത്തുള്ള മനുഷ്യനായിരുന്നു. അത് മറ്റുള്ളവർക്ക് കൊടുക്കണം ഞങ്ങൾ തീരെ ഇഷ്ടപ്പെട്ടില്ല, പോയി പള്ളിയിൽ പോയി പറടാന്ന് പറഞ്ഞു. അപ്പോൾ 80 വയസ്സാവുമ്പോൾ ജീവിതം പൂർണ്ണമായി. ആ പൂർണ്ണമായി കഴിയുമ്പോൾ പ്രാർത്ഥനയിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുക. നമുക്ക് രാത്രി വയസ്സുകാലത്ത് കിടന്നുറങ്ങാനുള്ള നല്ലൊരു കട്ടിൽ 60 വയസ്സാവുന്നതിന് മുമ്പ് ശരിയാക്കി വെച്ചിരിക്കണം. ആ കട്ടിലിൽ കിടക്കണം. ആ കട്ടിലിൽ കിടന്ന് കൈ കൊണ്ട് വിരൽ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ TV ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവായിരിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന നടക്കണം.
ഒരു പള്ളിയിലും പോകേണ്ട, കട്ടിലെ കിടന്നുള്ള വിശുദ്ധ കുർബാന കാണാം, ജപമാല അർപ്പിക്കാം, എല്ലാത്തരം പ്രാർത്ഥനകൾ അർപ്പിക്കാം. വേദപുസ്തകത്തിൽ ഇഷ്ടമുള്ള പാസേജ് പറഞ്ഞാൽ ഉടനെ സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉടനെ എഴുതി കാണിക്കും. സങ്കീർത്തനങ്ങളിൽ നിന്ന് ടെപ്പ് ചെയ്ത് കൊടുത്താൽ സങ്കീർത്തനം ഉടനെ ടെലിവിഷൻ്റെ വലിയ സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ കാണിക്കും. കട്ടിലെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, കുർബാന കാണാം, എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ പറ്റും. സന്തോഷകരമായ അന്ത്യം ഉണ്ടാവണം. പിന്നെ ഭാഗ്യമരണം എങ്ങനെയാണെന്ന് വേദപുസ്തകം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. രാത്രി ഉറങ്ങാൻ കിടന്നു രാവിലെ ഡെഡ് ബോഡി കണ്ടെത്തിയാൽ ആ മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനായ ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണെന്ന് വേദപുസ്തകം പറയുന്നു. നീതിമാൻ ഉറക്കത്തിൽ മരിക്കും. അതുകൊണ്ട് ഉറക്കത്തിൽ മരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. ഞാൻ ഓൾഡ് ഏജ് ഹോമിൻ്റെ കമ്മീഷൻ മെമ്പറാണ്. ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകും. അവിടെയുള്ള മനുഷ്യരോട് ചോദിക്കും, എങ്ങനെയുള്ള മരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. ഒറ്റയടിക്കൊരു 90% പേര് പറ്റും, സാർ ഹാർട്ട് അറ്റാക്ക്. ഞാൻ 100 പേരിരിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോമാണ്. 95 പേര് അപ്പോഴേ കൈവെക്കെ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക്. ഞാൻ അതെന്താണ്, ടപ്പ് നിങ്ങൾ പോകും സാറേ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ വേറൊരു ഫോമാണ് വേദോത്സവം പറയുന്നത്. ഉറക്കത്തിൽ സുഖമായിട്ട് സ്വപ്നം കണ്ട് രാവിലെ ആകുമ്പോൾ ആൾ പോയി കിട്ടുക. ഭാഗ്യമരണമെന്ന് വേദോത്സവം പറയുന്ന ഭാഗ്യമാണ്. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ഹിന്ദുക്കളുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒരു ദേവനെ തൊഴാൻ പോയി കഴിഞ്ഞാൽ തൊഴുതിട്ട് മുറ്റത്തോട്ടിറങ്ങി എബോട്ട എന്ന് മറിച്ച് കാറ കയറി പാവയ്ക്കയില്ല, മുറ്റത്ത് നിന്ന് ദേവനോട് യാത്ര ചോദിക്കണം. അത് വളരെ രസകരമായൊരു സംസ്കൃത ശ്ലോകമാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. ദേവാ, ഞാൻ പോവുകയാണ്, ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ ഒന്ന് തൊഴാമെന്നോ ഒരു ഉറപ്പുമില്ല. പക്ഷേ പോകുമ്പോൾ ഞാൻ 3 കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ആ 3 കാര്യം എനിക്ക് തരണം. 1, അനായാസേന മരണം. ആയാസപ്പെടാതെ തന്നെ മരിക്കാൻ അനുവദിക്കണം. പോകുന്ന പോക്കി KSRT ബസ്സിനിട്ട് ഇടിച്ച് അടിയിൽ കയറി 5 കഷ്ണമായി പടത്തും ചാവരുത്. വല്ല വേദനയൊക്കെ ആയിട്ട് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ നേഴ്സ് ഇറങ്ങി വന്ന് ബന്ധുക്കളോട് ചോദിക്കും, ഇയാൾ ആരാണ്, എന്തുമായിരുന്നു ഇയാളുടെ ജോലി, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു. ക്ഷേമാന്വേഷണമെന്ന് ആരും തെറ്റിദ്ധരിച്ച് കളയരുത്. ഒരു മോൻ അമേരിക്കയിൽ, ഒരു മോൻ ഇംഗ്ലണ്ടിൽ വന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ കഷ്ടകാലമാണ്. ഈശ്വരനാകെ നമുക്ക് 9 ദ്വാരങ്ങളെ ശരീരം തന്നിട്ടുള്ളൂ. ആ 9 ദ്വാരത്തിൽ കൂടെ 18 കുഴലന്മാർ ഡോക്ടർമാർ അടിച്ച് കയറ്റും. ആനെ ആമത്തിലിടുന്ന പോലെ എല്ലാം കൂടെ പിടിച്ച് കെട്ടി ആ കുഴലെല്ലാം കൊണ്ട് കണക്ട് ചെയ്ത് ഒരു ഇടിയിലിടും. നിങ്ങളുടെ അമേരിക്കയിൽ ഇംഗ്ലണ്ടിലുള്ള മക്കളെ എന്നൊരു 25 ലക്ഷം ഇറക്കുമതിയാതെ ജീവനായോ ശവമായോ അവിടുന്ന് പുറത്തുവരാൻ പറ്റിയില്ല. ഇതുണ്ടാവരുതേ എന്നാണ് ഈ പ്രാർത്ഥന. അനായാസേന മരണം. ഏത് ആശുപത്രി അഡ്മിറ്റ് ചെയ്താലും മക്കളെന്താന്ന് കാര്യമായ ജോലിയൊന്നുമില്ലെന്ന് പറയാം. ഇല്ലെങ്കിൽ രോഗിയുടെ കഷ്ടകാലമാണ്. ഗൾഫിലൊക്കെ ആണെന്ന് പറഞ്ഞു കളയരുത്, വലിയ അപകടമാണ്. രണ്ടാമതൊരു പ്രാർത്ഥിക്കും, എന്താണെന്നറിയാമോ, നയാൻ ദൈന്യേന ജീവിതം. മലയാളത്തിൽ പറഞ്ഞാൽ പരാശ്രയേന ജീവിതം. മറ്റാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണം. മറ്റൊരാളുടെ തോളെ കൈയിട്ട് നടക്കാൻ പറ്റുള്ളൂ. ആഹാരം വാരി തിന്നാൻ വയ്യ. മക്കളോ കൊച്ചുമക്കളോ ചോറ് വാരി നിങ്ങളെ തിന്നാൻ പറ്റുള്ളൂ. വല്ലവൻ്റെയും പൈസ കൊണ്ട് ജീവിക്കാൻ പറ്റണം. ഇത് പാടില്ല. അതാണ് പരാശ്രയേന ജീവിതം, നയാ ദൈന്യേന ജീവിതം. മൂന്നാമത് പറയുന്നു, മരണാനന്തരം തവ ദർശനം. മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അങ്ങേ കാണാൻ എന്നെ അനുവദിക്കണമെന്നാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. അത് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തുള്ള പള്ളി, കുരിശ് ഏത് പള്ളിയാണെന്ന് വെച്ചാൽ ആ പള്ളിയിൽ പോകും. എനിക്ക് ഒരു ഈ ക്രിസ്തു മതത്തിനകത്തുള്ള അവാന്തര വിഭാഗമൊന്നും പ്രശ്നമല്ല. കുരിശുള്ള പള്ളിക്കകത്ത് കയറും. അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ ഞാൻ ഈ ഹിന്ദുക്കളുടെ പ്രാർത്ഥന ഈ ദേവാന്നുള്ളത് വെട്ടിയിട്ട് യേശുവേ എന്ന് മാറ്റും. എന്നിട്ട് പറയും, യേശുവേ, അനായാസേന മരണം, പരാശ്രയന ജീവിതം, മരണാനന്തരം തവ ദർശനം, ഇത് 3 തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവും. അതിൽ കൂടുതലൊന്നും ഈ ഭൂമിയിൽ ആഗ്രഹിക്കരുത്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് മക്കളെ IAS ആക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? കാഞ്ഞിരപ്പള്ളിയിൽ 500 ഏക്കർ എസ്റ്റേറ്റ് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? 120 വയസ്സ് വരെ ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? റിലയൻസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഈ 3 കാര്യം നമുക്ക് കിട്ടിയാൽ അതിൽ പരം സന്തോഷമായ ജീവിതം ഭൂമിയിലില്ല. അനായാസേന മരണം, മറ്റാരെ ആശ്രയിക്കാതുള്ള ജീവിതം. മരണം കഴിഞ്ഞാൽ ദൈവത്തെ കാണാൻ പറ്റണം, സ്വർഗത്തിൽ പോകാൻ പറ്റണം. അതുമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സന്തോഷമായ കുടുംബജീവിതവും നിങ്ങളുടെ സന്തതി പരമ്പരകൾ ജീവിതത്തിൽ വലിയ നിലകളിലെത്തി അവരെപ്പറ്റി നാട് അഭിമാനം കൊള്ളുന്നത് കണ്ട് സന്തോഷത്തോട് പ്രാർത്ഥനയോടുകൂടി ഇഹലോക ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സന്തോഷമായ കുടുംബജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.